ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക്. സഭാ നേതൃത്വം ഇന്ന് ജാമ്യ ഹർജി നൽകും. ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയെന്ന് രാജീവ് ചന്ദ്രശേഖർ. ടി.പി. വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി. നടപടി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് പ്രതിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. കൊട്ടാരക്കരയിൽ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം. ഇസ്ലാമാകണമെന്നാവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. നിരന്തര ഭീഷണിയെന്ന് കുടുംബം. ജനം എക്സ്ക്ലൂസീവ്. വേടനെതിരായ ബലാത്സംഗ കേസിൽ യുവതിയുടെ മൊഴി പരിശോധിച്ച് പോലീസ്. ആധികാരികത ഉറപ്പിച്ച ശേഷം ചോദ്യം ചെയ്യും. കൈമാറിയ പണം കേന്ദ്രീകരിച്ചും അന്വേഷണം. AKG സെന്റർ കേരള സർവകലാശാല വളപ്പിലെന്ന് രേഖകൾ. അനധികൃത നിർമ്മാണം. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ. VC-യോട് വിശദീകരണം തേടി ഗവർണർ. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ കുരുക്കുമുറുക്കി ഇടി. മാത്യു കുഴൽനാടൻ MLA ഉടൻ ചോദ്യം ചെയ്യും. ഭൂമി ഇടപാടുകളുടെ രേഖകളും ഹാജരാക്കണം. കാനഡയ്ക്കെതിരെ നടപടി കടുപ്പിച്ച അമേരിക്ക. അധിക താരിഫ് നിരക്ക് ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. ഭാരതത്തിന് ചുമത്തിയ അധിക താരിഫും ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഓവൽ ടെസ്റ്റിൽ കരകയറാൻ ശ്രമിച്ച ഇന്ത്യ. 200 തികയ്ക്കും മുൻപേ 6 വിക്കറ്റുകൾ നഷ്ടം. കരുൺ നായർക്ക് അർദ്ധ സെഞ്ചുറി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. ഇന്നേക്ക് കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് 8 ദിവസമായി. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുകയാണല്ലോ. ചില തന്ത്രങ്ങൾ മിഷണറിമാർ കഴിഞ്ഞ ദിവസം തന്നെ പെൺകുട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് പയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും എല്ലാവിധ സഹകരണവും ഉറപ്പാക്കുമെന്നുള്ളത് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർക്ക് ഇനി ഇതിന്മേൽ ഒരവസരമില്ല. ഹൈക്കോടതി നിലവിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാകും സാധ്യത എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്? രോഹിണി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സെഷൻസ് കോടതിയുടെ NIA കോടതിയിലേക്ക് ഈ കേസ് വിട്ട സെഷൻസ് കോടതിയുടെ ഒരു ഉത്തരവ് നിലവിലുണ്ട്. അത് സ്റ്റേ ചെയ്യിച്ച് പുതിയ ജാമ്യാപേക്ഷ സമർപ്പിക്കലാണോ നടക്കാൻ പോകുന്നത്? ഏത് രീതിയിലായിരിക്കും ഇവരുടെ നീക്കം എന്നുള്ളത്, ഈ മിഷണറിമാരുടെ നീക്കം എന്നുള്ളത് അല്പസമയത്തിനകം ഏറെക്കുറെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഇന്നെന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം NIA കോടതിയിലേക്ക് പോയാൽ കാലതാമസമുണ്ടാകും. അതവർക്ക് നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതും. പഴയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനെ, ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ അദ്ദേഹത്തെയാണ് ഈ കേസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് നിലവിൽ ഇന്ന് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിക്കാൻ പോകുന്നതും. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കേസിൽ കന്യാസ്ത്രീമാർക്കെതിരായി ഈ മൊഴി നൽകിയ പെൺകുട്ടിയുടെ മൊഴി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട്, സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് ആ പെൺകുട്ടി മൊഴി മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യക്കടത്ത് 143-ാം വകുപ്പ് മനുഷ്യക്കടത്ത് ചുമത്തിയ കേസിൽ മൊഴി മാറ്റാതെ ഇവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഈ മിഷണറിമാരുടെ ഭാഗത്തു നിന്നും മൊഴി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടുണ്ട്. ഈ മൊഴി മാറ്റിയാൽ മാത്രമേ, മൊഴി മാറ്റി പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയൂ. അല്ലാത്ത പക്ഷം അവർ തുടരേണ്ടി വരും ജയിലിനുള്ളിൽ. അതിനാൽ ഈ പെൺകുട്ടി മൊഴി മാറ്റിയത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയമായും അതോടൊപ്പം അല്ലാത്തതുമായ ഒത്തുതീർപ്പ് ചർച്ചകളും സ്വാധീനവും ഒക്കെ തന്നെയുണ്ട് എന്നുള്ളത് അറിയാവുന്നതുമാണ്. നിലവിലിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും 143 വകുപ്പ് പ്രകാരം സർക്കാർ എതിർത്തില്ല എങ്കിൽ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഗൗരവമേറിയ വകുപ്പാണ്. ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കാരണം മനുഷ്യക്കടത്താണ് ചുമത്തിയിട്ടുള്ളത്. 143 വകുപ്പാണ്. ഹൈക്കോടതിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അധികം കേട്ടുകേൾവിയില്ലാത്തതാണ്. അതിനാൽ ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ആകെ നോക്കുമ്പോൾ കാണുന്നില്ല. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെയായി ഇത് നീണ്ടുപോകാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും 1-2 ദിവസം അതിനുള്ളിൽ ജാമ്യം കിട്ടും എന്ന് പറയുന്നു. സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ മൊഴിമാറ്റൽ തന്നെ സർക്കാർ സ്വാഭാവികമായും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് ജാമ്യം കിട്ടട്ടെ എന്ന് കരുതിയതിൻ്റെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ. ഇല്ലെങ്കിൽ ഈ കേസിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല. കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് ഏകദേശം ഉച്ചയോടെ അറിയാം. അതെ, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ മൊഴിയാണ് ഇവിടെ ഏറെ നിർണായകമാകുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ സ്വന്തം വസതിയായ സ്ഥലത്തൊക്കെ മിഷണറിമാരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് പെൺകുട്ടിയുടെ മൊഴി ഒരുപക്ഷെ ഇവർക്ക് അനുകൂലമാകുമെങ്കിൽ പോലും ശ്രീകാന്ത് നേരത്തെ പറഞ്ഞതുപോലെ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയല്ലേ മതിയാകുകയുള്ളൂ. കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി ഈ കേസിൽ ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ എത്തുക? രോഹിണി, ഇത് മനുഷ്യക്കടത്ത് കേസാണ്. 143 വകുപ്പ് ചുമത്തിയതാണ്. സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഈ NIA കോടതിയിലേക്ക് ഈ കേസ് വിട്ടത് ഇവർക്ക് വലിയ തിരിച്ചടിയാണ്, ബുദ്ധിമുട്ടുമാണ്. അതിനാൽ തന്നെ ആദ്യം ആ ഉത്തരവ് സ്റ്റേ ചെയ്യേണ്ടി വരും. ഒന്നുകിൽ അതായിരിക്കണം ആദ്യം ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ NIA കോടതിയിൽ പോകാതെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തണം. എങ്ങനെയാണെങ്കിലും ഈ ചുമത്തിയിട്ടുള്ളത് 143 വകുപ്പ് ആയതിനാൽ തന്നെ ഇന്ന് ഒറ്റയടിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ, നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സംവിധാനം നിലവിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി സർക്കാർ പൂർണ്ണമായും അയഞ്ഞു കൊടുത്താൽ പോലും ഈ വകുപ്പിൻ്റെ ഒരു ഗൗരവം അത് ചെറുതല്ല. കോടതി അത് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. എന്തായാലും ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും തന്നെ വെച്ച് പുലർത്തേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം ഹൈക്കോടതി അത് വിശദമായി പരിഗണിക്കേണ്ട ഒരു കേസാണ്. 143 വകുപ്പാണ്. അത് പരിഗണിച്ച ശേഷമായിരിക്കും അവർ ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി രോഹിണി പറഞ്ഞതുപോലെ ഇവരുടെ മൊഴിമാറ്റൽ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇളവ് ഇവർക്ക് നൽകാൻ, ജാമ്യം കിട്ടുന്നതിന് ഇളവ് നൽകാൻ തയ്യാറെടുത്തിരുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ, അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകും എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ BJP കേരള ഘടകവും ഇതുമായി ബന്ധപ്പെട്ട വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. സ്വാഭാവികമായും ഇവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവർക്കെതിരായി മൊഴി നൽകിയിട്ടുള്ള ഈ പെൺകുട്ടികൾ മൊഴി മാറ്റുക എന്നുള്ളത്. സ്വാഭാവികമായി അത് നടക്കും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അതിനുവേണ്ടിയുള്ള പിന്നാമ്പുറ ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പെൺകുട്ടി മൊഴി മാറ്റിയിട്ടുണ്ട്. ആ മൊഴി മാറ്റാതെ ഇവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളതായിരുന്നു വസ്തുത. നിയമപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്വാധീനം, സമ്മർദ്ദം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എല്ലാവരും തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാകാൻ തന്നെയാണ് സാധ്യത. ഇല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ശരി ശ്രീകാന്ത്, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് 8 ദിവസമാകുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തടസ്സപ്പെടുത്താൻ ഇന്നും പ്രതിപക്ഷം ശ്രമിച്ചേക്കും. ബീഹാർ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ പേരിലാകും പ്രതിപക്ഷ നീക്കം. അതേസമയം ചില പ്രധാന ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വന്നേക്കും. 25% താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നയം സഭയിൽ ചർച്ചയായേക്കും. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പതിവ് പോലെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്നും പ്രതിപക്ഷം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഏതൊക്കെ പ്രധാന ബില്ലുകളായിരിക്കും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരിക? അതോടൊപ്പം മറ്റ് ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാകാനായിരിക്കും സാധ്യത? രോഹിണി, കഴിഞ്ഞ 21-ാം തീയതി ആരംഭിച്ച വർഷകാല സമ്മേളനം തുടരുകയാണ്. ഇന്നിപ്പോൾ 11-ാം ദിവസം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷ ബഹളം സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ബീഹാർ വോട്ടർ പട്ടിക വിഷയം തന്നെയായിരിക്കും ഇന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് സഭാ സമ്മേളനം ചേർന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബീഹാർ വോട്ടർ പട്ടികയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ ആവശ്യപ്രകാരം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ള 2 ദിവസങ്ങളിൽ രാജ്യസഭയിലും ലോക്സഭയിലും 16 മണിക്കൂർ വീതം നടന്ന ചർച്ചയിൽ മാത്രമാണ് പ്രതിപക്ഷം സഹകരിച്ചത്. ബാക്കി എല്ലാ നടപടികളും തടസ്സപ്പെടുത്തുവാനുള്ള നീക്കമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ വളരെ സുപ്രധാനമായ ഗുഡ് സർവീസസ് ടാക്സ് ബില്ല് അവതരിപ്പിച്ചപ്പോഴും അതേപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് വലിയ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബില്ല് അവതരിപ്പിച്ചപ്പോഴും ഒക്കെ തന്നെ പ്രതിപക്ഷം ബഹളം വെക്കുകയായിരുന്നു. മാത്രമല്ല, ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിന് മേൽ ഏർപ്പെടുത്തിയ 25% താരിഫ് സംബന്ധിച്ച് കേന്ദ്ര ഇൻഡസ്ട്രി മിനിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയുണ്ടായി. അപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ബഹളവും പ്രതിഷേധവും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 25% താരിഫ് സംബന്ധിച്ചിട്ടുള്ള ചർച്ച വേണമെന്നുള്ള ആവശ്യം സഭയിൽ ഉയരും. അതിനൊപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. സമാനമായ ആവശ്യം വീണ്ടും ഇന്നും ഉന്നയിച്ചുകൊണ്ട് സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വളരെ സുപ്രധാനമായ ചില ബില്ലുകൾ, അത് ഈ സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട അനുബന്ധ ബില്ലുകൾ തന്നെ ഇന്ന് സഭ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട അനുബന്ധ ബില്ലും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്യസഭയിൽ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രസിഡൻഷ്യൽ റൂൾ നീട്ടുവാൻ വേണ്ടിയുള്ള അമിത്ഷായുടെ പ്രമേയവും ഇന്ന് രാജ്യസഭയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രതിപക്ഷ ബഹളം തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യി കിരൺ റിജു വീണ്ടും സഭയിൽ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി, സഭാ സമ്മേളനവുമായി സഹകരിക്കണമെന്ന്. വളരെ സുപ്രധാനമായ ബില്ലുകൾ, ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകേണ്ട സമയമാണ് ഈ മൺസൂൺ സെക്ഷൻ എന്നുള്ളത്. ആ സമയത്ത് പ്രതിപക്ഷം ഇത്തരത്തിൽ സഭ സ്തംഭിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ആ നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യ വകുപ്പ് കിരൺ റിജു വ്യക്തമാക്കിയത്. അതേസമയം തന്നെ പ്രതിപക്ഷം ഒരു തരത്തിലുള്ള അനുനയത്തിനും തയ്യാറാകുന്നില്ല. നേരത്തെ സർവകക്ഷി യോഗത്തിൽ, ഈ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം ഈ ഓപ്പറേഷൻ സിന്ദൂറും അതേപോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ച സഭയ്ക്കുള്ളിൽ വേണമെന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ചകൾ 16 മണിക്കൂർ വീതം ഇരുസഭകളിലും ചർച്ച നടത്തി. അതേസമയം ബീഹാർ വോട്ടർ പട്ടിക വിഷയം ചർച്ച ചെയ്യുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം പ്രതിപക്ഷം ഇത്തരം പ്രതിഷേധങ്ങളും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ? എങ്കിൽ ഈഴവ മാട്രിമോണിയിൽ സെർച്ച് ചെയ്യൂ. ഈഴവ മാട്രിമോണി ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. डाउनलोड ईड़वा मैट्रिमोनी ऐप। तो प्रधानमंत्री मोदी जी के मार्गदर्शन और नेतृत्व में नए भारत का ये उत्तर प्रदेश आज नए उत्तर प्रदेश के रूप में दुनिया के सामने है। ഡൽഹി NCR മാതൃകയിൽ ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ ചുമതല ലഖ്നൗ വികസന അതോറിറ്റിക്ക്. മെഗാ urban പ്രോജക്ട് ലഖ്നൗ, കാൺപൂർ, ഉന്നാവ്, റായ്ബറേലി, ബാരാബങ്കി, സീതാപൂർ, ഹർദോയ് എന്നീ നഗരങ്ങൾ ഉൾപ്പെട്ട പ്രദേശം. വിസ്തൃതി 27,826 ചതുരശ്ര കിലോമീറ്റർ. 3 കോടിയിലധികം ജനങ്ങൾക്ക് സന്തുലിത നഗര വളർച്ച, സാമ്പത്തിക വികസനം, സാമൂഹ്യക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, ഗതാഗതം, പ്രാദേശിക സംരക്ഷണം എന്നീ 7 തന്ത്രപ്രധാന മേഖലകളിൽ വളർച്ച. യോഗിയുടെ ഉത്തർപ്രദേശ്,
വികസിത ഉത്തർപ്രദേശ്. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior, for the warriors of life. വീണ്ടും വാർത്തകളിലേക്ക്. കാനഡയ്ക്ക് ചുമത്തിയ അധിക താരിഫ് നിരക്ക് ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. നേരത്തെ ചുമത്തിയിരുന്ന 25% താരിഫ് 35%ആക്കിയാണ് ഉയർത്തിയത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന നിലപാട് ഇന്നലെ കാനഡ അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് കാനഡയ്ക്കുള്ള താരിഫ് ഉയർത്തിയത്. ഭാരതം ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫും ഇന്നു മുതൽ നടപ്പിൽ വരും. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കാനഡയ്ക്ക് ചുമത്തിയ അധിക താരിഫ് നിരക്ക് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം മറ്റ് പല രാജ്യങ്ങൾക്കും ഉൾപ്പെടെ എന്നോണം ഭാരതത്തിനും ചുമത്തിയിട്ടുള്ള അധിക താരിഫും ഇന്നു മുതൽ നടപ്പിൽ വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, കാനഡയ്ക്ക് നേരത്തെ ചുമത്തിയിരുന്നത്, അതായത് നമുക്കറിയാവുന്നതാണ്, അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ കാനഡയ്ക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്തുമെന്ന നിലപാട് ട്രംപ് അറിയിച്ചിരുന്നു. ഇന്ന് ആ നേരത്തെ തന്നെ ചുമത്തിയ 25% അധിക താരിഫ് എന്ന നിരക്ക് ഇന്നലെ രാത്രിയോടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ 35%ആക്കി ഉയർത്തുകയായിരുന്നു. സ്വാഭാവികമായും ഇതിന് പിന്നിലെ ആ ഒരു പ്രേരണാ ഘടകം എന്ന് പറയുന്നത് പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കം കാനഡ നടത്തിയത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഈ നിലപാട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ വൈറ്റ് ഹൗസിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരികയും ചെയ്തത് സ്വാഭാവികമായി ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ 35% അധിക താരിഫാക്കി ഉയർത്തിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇന്നു മുതലാണ് ഈ പുതുക്കിയ അധിക താരിഫ് വിവിധ രാജ്യങ്ങൾക്ക് നിലവിൽ വരുന്നത്. ചില രാജ്യങ്ങൾക്ക് ചില കൺസെഷനുകളൊക്കെ നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 26% അധിക താരിഫാണ് ഭാരതത്തിന് ചുമത്തിയിരുന്നത്. ഇപ്പോൾ അത് 25%ആക്കി ചുരുക്കി. മാത്രമല്ല, റഷ്യയുമായും ആയുധ ഇടപാടുകളും അതുപോലെ തന്നെ എണ്ണ വാങ്ങലും നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു അധിക താരിഫ് കൂടി ഭാരതത്തിന് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഭാരതത്തിന്റെ പാർലമെന്റിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് അധിക താരിഫ് വീണ്ടും കാനഡയ്ക്ക് ചുമത്തുന്ന ഒരു നിലപാട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ തീരുമാനത്തിന്റെ പിന്നാലെ ഉണ്ടായ ഒരു സംഭവ വികാസമായി തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. രോഹിണി, ശരി. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പലസ്തീൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾക്ക് വിസ നിഷേധിക്കാനൊരുങ്ങിയ അമേരിക്ക. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പ്രതിനിധികൾക്കും വിസ നിഷേധിക്കാൻ നീക്കമുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. പലസ്തീൻ ഭരണകൂടവും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നു എന്നാണ് USന്റെ വിശദീകരണം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്കും വലിച്ചിഴയ്ക്കുകയാണ്. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നും പലസ്തീൻ ഭരണകൂടവും എന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പിൽ പറയുന്നു. TP വധക്കേസ് പ്രതി കൊടി സുനിയുടെ പരോൾ റദ്ദ് ചെയ്തു. വയനാട് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് പരോൾ റദ്ദ് ചെയ്തത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, TP വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? രോഹിണി, ഇക്കഴിഞ്ഞ ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. അയാൾക്ക് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പ്രവേശിക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് തന്നെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ചട്ടം. എന്നാൽ ഈ 21-ന് കൊടിസുനിക്ക് പരോൾ ലഭിച്ചതിന് ശേഷം മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന ഗുരുതര കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ ഇതര സംസ്ഥാനത്തേക്ക് ഉൾപ്പെടെ യാത്ര ചെയ്തു എന്ന ഗുരുതരമായ കണ്ടെത്തലുമുണ്ട്. ഇയാൾ പരോൾ ലഭിച്ചൊരു നിശ്ചിത സമയമായിട്ടും മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാത്തതിന് തൊട്ടു പിന്നാലെയാണ് മീനങ്ങാടി CI
ആഭ്യന്തര വകുപ്പിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇയാൾ പരോൾ വ്യവസ്ഥകളൊക്കെ തന്നെ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അടിയന്തര പരോൾ റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയായിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രിയോടുകൂടി കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുകയും ചെയ്തു. മാത്രമല്ല നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ കോടതിയിൽ കൊണ്ടുപോയി മടങ്ങുന്നവരുടെ കൊടിസുനിക്ക് മദ്യപിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നതിന്റെ പേരിൽ 3 സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ബി ജെ പി പ്രവർത്തകരായ 2 പേരെ ന്യൂമാഹിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടന്നു വരികയാണ് തലശ്ശേരി കോടതിയിൽ. ആ വിചാരണയുമായി ബന്ധപ്പെട്ട് ഇയാൾ അതിൽ ഒരു പ്രധാന പ്രതിയാണ്. അതായത് CPI വധക്കേസിൽ ഉൾപ്പെടെയുള്ള പ്രതിയായ കൊടിസുനി ഈ കേസിലും ഒരു പ്രധാന പ്രതിയാണ്. അയാളെ തലശ്ശേരി കോടതിയിൽ കൊണ്ടുവന്ന് മടങ്ങി പോകുന്നതിനിടെ തലശ്ശേരിയിലുള്ള വിക്ടോറിയ ബാറിൽ വെച്ച് ഇയാൾക്ക് മദ്യപിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്ന് കണ്ടാണ് ഇത്തരം ഒരു നടപടി, അതായത് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത്. അത്തരമൊരു സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഇയാളുടെ അടിയന്തര പരോൾ റദ്ദ് ചെയ്ത് ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്ര ഭണ്ഡാരത്തിലെ കാണിക്ക എണ്ണുന്നതിനിടെ പണം മോഷ്ടിച്ച CITU നേതാവായ ജീവനക്കാരന് സസ്പെൻഷൻ. കണ്ണൂർ തൃച്ചംബരം ക്ഷേത്രം LD ക്ലർക്ക് നാരായണനെയാണ് ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തത്. പണം കവർന്നത് CCTVയിൽ വ്യക്തമായതിനെ തുടർന്നാണ് നടപടി. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. മിഥുൻ പിള്ള ചേരും. എന്തായാലും ക്ഷേത്ര ഭണ്ഡാരത്തിലെ കാണിക്ക എണ്ണുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ജീവനക്കാരൻ തന്നെ പണം മോഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ ഒരു വസ്തുത. അത് CITU നേതാവ് കൂടിയായ ജീവനക്കാരനാണ്. കണ്ണൂർ തൃച്ചംബരം ക്ഷേത്രം LD ക്ലർക്ക് നാരായണനാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. എന്തായാലും ദേവസ്വം ബോർഡ് അധികൃതർ നാരായണനെ നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പണം കവർന്നത് CCTVയിൽ വ്യക്തമായതിനെ തുടർന്നാണ് നടപടി. സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുമോ, തുടർ നടപടികൾ ഉണ്ടാകുമോ? അതുമാത്രമല്ല, നേരത്തെയും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധനയൊക്കെ ഇനിയും ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇനിയും ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് നോക്കി തന്നെ കാണേണ്ടതാണ്. എന്തായാലും അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. ക്ഷേത്ര ഭണ്ഡാരത്തിലെ കാണിക്ക എണ്ണുന്നതിനിടെയാണ് പണം മോഷ്ടിച്ചിരിക്കുന്നത്. CITU നേതാവാണ്. എന്തായാലും നിലവിലിപ്പോൾ ജീവനക്കാരന് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം അഞ്ചാലുമൂട്ടിൽ ഇന്നലെ രാത്രി യുവതിയെ ഭർത്താവ് കുത്തിക്കൊന്നു. കല്ലുവാതുക്കൽ സ്വദേശിനിയായ 36 വയസ്സുള്ള രേവതിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജിനു പോലീസ് പിടിയിലായിട്ടുണ്ട്. ജോലിക്ക് നിന്ന് വീട്ടിൽ കയറിയാണ് ഭാര്യയെ ഇയാൾ കുത്തിയത്. മനോജ് ചേരുന്നു. മനോജ്, കഴിഞ്ഞ ദിവസം രാത്രിയാണല്ലോ ഇത്തരത്തിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇയാളെ നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് മനസ്സിലാക്കുന്നത്? രോഹിണി, കുടുംബപരമായിട്ടുള്ള പ്രശ്നമാണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ജിനു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ രേവതി ജോലിക്ക് നിന്ന വീട്ടിൽ, അതായത് അഞ്ചാലുമൂടിലെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയത്. അതിനുശേഷം ജിനു രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചൂർനാട് ഭാഗത്തു നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. 36-കാരിയാണ് ഈ മരിച്ച രേവതി. കല്ലുവാതിൽക്കൽ സ്വദേശിയാണ്. ഈ ജിനുവുമായി വിവാഹം കഴിഞ്ഞ ശേഷം പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു വീട്ടിൽ, അതായത് ഈ അഞ്ചാലുമൂടിലെ ഒരു വീട്ടിൽ ജോലിക്കായാണ് രേവതി എത്തിയിരിക്കുന്നത്. അവിടെ എത്തിയാണ് ഇത്തരത്തിൽ ജിനു ഈ കൊലപാതകം നടത്തിയത്. ക്രൂരമായി തന്നെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പോലീസ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്ര ഭണ്ഡാരത്തിലെ കാണിക്ക എണ്ണുന്നതിനിടെ പണം മോഷ്ടിച്ച CITU നേതാവായ ജീവനക്കാരന് സസ്പെൻഷൻ. കണ്ണൂർ തൃച്ചംബരം ക്ഷേത്രം LD ക്ലർക്ക് നാരായണനെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. TTK ദേവസ്വം എന്നാണ് പറയുക. അതായത് തൃച്ചംബരം രാജരാജേശ്വര ക്ഷേത്രം അടക്കം ഉൾപ്പെടുന്ന TTK ദേവസ്വത്തിന്റെ ക്ഷേത്ര ഭണ്ഡാരം മോഷണവുമായി ബന്ധപ്പെട്ട് CITU നേതാവായ ജീവനക്കാരനാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്.
തൃച്ചംബരം ക്ഷേത്രത്തിലെ LD-ക്കായ ചെറിയൂരിലെ മുല്ലപ്പള്ളി നാരായണനെയാണ് TTK ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര ഭണ്ഡാരം എണ്ണുന്നതിനിടെ പണം മോഷ്ടിച്ചതായി CCTV-യിൽ വ്യക്തമായതിനെ തുടർന്നാണ് ഈ ഒരു നടപടി. ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ CATU അതായത് CATU എന്ന ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് കൂടിയാണ് ഈ നാരായണൻ. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അവിടെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തുറന്ന് പണം എണ്ണുന്ന സമയത്താണ് ഇയാൾ പൈസ മോഷ്ടിച്ചു എന്ന പരാതി ഉയർന്നത്. അതായത് ഭണ്ഡാരമണ്ണലിന് സഹായിക്കാൻ ചില ഭക്തർ കൂടി എത്താറുണ്ട്. അവർക്ക് കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇത്തരം നടപടികളൊക്കെ നടക്കുന്നത്. ഈ സമയത്ത് ഇയാൾ പണം എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് കണ്ടു എന്നാണ് ചില ഭക്തർ ദേവസ്വം അധികൃതർക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ CCTV പരിശോധിക്കുകയും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പണം എടുത്ത് താഴെ ഭാഗത്ത് വെക്കുന്നത് ഈ CCTV-യിൽ നിന്ന് മനസ്സിലാകുവാനും സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് TTK ദേവസ്വം ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇയാൾക്കെതിരെ സസ്പെൻഷൻ അല്ല കൂടുതൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു നിരവധി പരാതികളും ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല നേരത്തെ വ്യാജ സർവീസ് ബുക്ക് ഉണ്ടാക്കിയതിന്റെ പേരിൽ മലബാർ ദേവസ്വം കമ്മീഷണർ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കൊരു സസ്പെൻഷൻ നടപടി പോരാ, കാരണം ശക്തമായ നടപടി വേണം, അല്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ദേവസ്വത്തിന്റെ ഭണ്ഡാരം എണ്ണുക എന്ന് പറയുന്നത് അതീവ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അത്രയധികം വിശ്വാസം ജനങ്ങൾക്ക് നൽകേണ്ട ഒരു ജോലി കൂടിയാണിത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇയാൾ കൃത്യമായ ക്രമക്കേട് കാണിച്ചിരിക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ സസ്പെൻഷൻ ആണെങ്കിൽ പോലും കൂടുതൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയത് കുടുംബത്തിന്റെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രം. അച്ചാർ കുപ്പി പരിശോധിക്കാൻ തോന്നിയതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് കണ്ണൂരിലെ മിഥിലാജിന്റെ പിതാവ് അഹമ്മദും കുടുംബവും. സൗദി പോലെ നിയമം കർക്കശമായ ഒരു രാജ്യത്തേക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുപോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പ്രവാസിയായ മിഥിലാജ് രക്ഷപ്പെട്ടത്. വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ പൊതികൾ കിട്ടിയാൽ കൃത്യമായി പരിശോധിക്കണമെന്ന സന്ദേശം കൂടി ഇവർ നൽകുന്നു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിദേശത്തേക്ക് യാത്ര ചെയ്യാനിരുന്ന ആൾക്ക് സുഹൃത്ത് നൽകിയ അച്ചാർ കുപ്പിക്കുള്ളിൽ MDMAയും മറ്റ് ലഹരി വസ്തുക്കളും കണ്ടെത്തിയ സംഭവം വലിയ വാർത്തയായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അത് സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വലിയൊരു ആപത്തിൽ നിന്നാണ് ഒരു കുടുംബം തന്നെ രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സംഭവത്തിന് ഇരയായ മിഥിലാജിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവം പൊട്ടിച്ച് അവർ തന്ന ഈ അച്ചാർ പാക്കറ്റ് എങ്ങനെയാണ് പൊട്ടിച്ചു നോക്കാൻ തോന്നിയത്? പൊതുവേ ഇങ്ങനെ പുറത്തേക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്ന സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷമേ ബാഗിൽ വെക്കാറുള്ളൂ. അതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഒരു പാക്കറ്റ് ബനാന ചിപ്സ്, ഒരു പാക്കറ്റ് മസാലക്കടല, പിന്നെ ഒരു ബോട്ടിൽ അച്ചാറാണ്. അതിന് മുമ്പേ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് അച്ചാറും ബനാന ചിപ്സും കൊണ്ടുവരൂ, അത് നിങ്ങൾ എടുക്കൂലേ എന്ന് ചോദിച്ചിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്തതാണ്. അതിൻ്റെ പേരിൽ ഓൻ എടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പൊളിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞതിന് ശേഷമാണ് ഓൻ നോക്കിയത്. അപ്പോൾ ഈ ബോട്ടലിൽ ഒരു കറുത്ത സാധനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ബോട്ടലിൻ്റെ മൂടി തുറന്ന് ട്രേയിലേക്ക് മാറ്റിയപ്പോഴാണ് ആഷിഷ് ഓയിലും ഈ MDMയും കാണാൻ സാധിച്ചത്. അങ്ങനെ പോലീസിൽ ഇൻഫർമേഷൻ ചെയ്തു. രാത്രി തന്നെ അതിൻ്റെ എല്ലാ വേണ്ട നടപടിയും ചെയ്തു. SCP മുതൽ എല്ലാവരും വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം വളരെ അധികം അനുകൂലമായ റിപ്പോർട്ടാണ്. പൊട്ടിച്ചു നോക്കിയപ്പോൾ എങ്ങനെ ഇതാണ് ലഹരി വസ്തുക്കളാണെന്ന് അതെന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ബോട്ടിൽ തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത സാധനം പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്കാന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അങ്ങനെ പൊട്ടിച്ചതാണ്. പൊട്ടിച്ചിട്ട് ഒരു ട്രയൽ മാറ്റുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ഇത് പൊട്ടിച്ച് നോക്കുകയും ചെയ്തു. അപ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അല്ല, നമ്മളെ പോലീസിന് വിളിച്ചതിന് ശേഷം അവർ അത് പൊട്ടിച്ചിട്ട് എന്താ സാധനം എന്ന് ചെക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സംശയം വന്നത് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ പോലീസിനെ വിളിച്ചത്. അവർ വന്ന് നോക്കുമ്പോൾ അവർക്കും സംശയം വന്നു. അങ്ങനെ നാർക്കോട്ടിൻ്റെ അവരെല്ലാം വന്നു കംപ്ലീറ്റ് ചെക്കിങ് ചെയ്തതിന് ശേഷമാണ് ഇത് ആഷിഷ് ഓയിലും
ഇതുമാണെന്ന് മനസ്സിലായത്. മുന്നേയുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഗൾഫിലേക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ അവരറിയാതെ ചില ലഹരി വസ്തുക്കൾ കൊടുത്തയക്കുന്നു, അങ്ങനത്തെ വാർത്തകളൊക്കെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ശ്രദ്ധയിലുള്ളത് കൊണ്ട് നമ്മളിപ്പം ഈ മറ്റേ ചാനലും കാര്യങ്ങളെല്ലാം ഇപ്പം കാണുമ്പോഴേക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഉംറക്ക് പോയ ഒരാൾ ടാബ്ലറ്റ്സ് കയ്യിൽ വെച്ചതിന്, അവിടെ ബാൻഡായ ടാബ്ലറ്റ്സ് കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ 6 മാസം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ അത് നമുക്കെല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഇമാതിരി മയക്കുമരുന്നും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇത് അവിടെ എത്തിക്കഴിഞ്ഞ നമ്മുടെ ഭാഗ്യം, കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ടും ആരതെല്ലോ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കൾ ഈ തന്ന ആൾക്കാർ അത് ചതിക്കാൻ വേണ്ടി ചെയ്തതാണോ അങ്ങനത്തെ എന്തെങ്കിലും? അങ്ങനെ സംശയങ്ങളൊന്നും നമുക്കില്ല. കാരണം ഇവനുമായിട്ട് ഇവൻ്റെ റൂമിൽ ഒന്നിച്ചിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഒന്നിച്ച് ജോലി ചെയ്യുന്ന കൂട്ടരാണ്. അപ്പോൾ എന്താണ് അവരെ മനസ്സിലുള്ളതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ചെറിയ അളവുകളെ അതിൽ കാണുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട് പ്രകാരം കാണുന്നത്. നമുക്ക് എത്ര റിപ്പോർട്ട് കയ്യിൽ വെക്കാം, എത്ര അളവ് കയ്യിൽ വെക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഗൾഫിലേക്ക് പോകുന്ന ആളുകളെ ഇത്രയും സാധനങ്ങളൊക്കെ കൊടുത്തുവിടാൻ തരുന്ന ആൾക്കാർ വീട്ടുകാർ കൃത്യമായി ചെക്ക് ചെയ്യണം എന്നൊരു കാര്യം. തീർച്ചയായിട്ടും ഇനിയുമുള്ള എല്ലാവരും ഈ ചാനലിൽ കാണുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ല സാധനങ്ങളും വരുമ്പോൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം, ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഉള്ളത് കൊടുത്തേക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ബലമായ. ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ വീട്ടിലുള്ള ഒരുപാട് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്ന കൂട്ടറാണ്. അവരെല്ലാം പോകുമ്പോൾ എല്ലാവരും പാക്ക് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും ഞാനിത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാഗിൽ വെക്കാറുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ 10-20 വർഷമായി ഇപ്പം നാട്ടിൽ തന്നെ നിന്നിട്ട് കാണുന്നു. ഇവിടെ ഈ CH സെൻ്റർ ഇതെല്ലാമായിട്ട് ഇങ്ങനെ നാട്ടിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അതിലും വലിയൊരു ആപത്തിൽ നിന്ന് ഒരു കുടുംബവും, സൗദിയാണ് നമുക്കറിയാം നിയമങ്ങൾ കർക്കശമായൊരു രാജ്യമാണ്, അവിടേക്ക് പോകേണ്ടിയിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഒരു കുടുംബം തന്നെയാണ് രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും. കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതായാണ് പരാതി. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് വേടന്റെ നീക്കം. കോട്ടയം സ്വദേശിയായ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തിരുന്നു. തന്നെ ബലാത്സംഗം ചെയ്തതായും തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് തുടർച്ചയായി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതിയിലുള്ളത്. 2021 കോഴിക്കോട് കോവൂരിലുള്ള ഫ്ളാറ്റിൽ വെച്ചും പിന്നീട് പലയിടങ്ങളിൽ വെച്ചും വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചതായി യുവ ഡോക്ടറുടെ പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സാമ്പത്തികമായും വേടൻ തന്നെ ചൂഷണം ചെയ്ത് വേടൻ്റെ പാട്ടുകൾ ഇറക്കാനായി തൻ്റെ പക്കൽ നിന്നും 30,000-ലധികം രൂപ പല സമയത്തായി വാങ്ങിയതായി ഡോക്ടറുടെ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ, ഈ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന് തന്നെയാണ് വേടൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള. നിഷ തുടരുക. നിഷയിലേക്ക് എത്താം. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് തത്സമയം. പ്രവർത്തകർ തന്നെയാണ് എൻ്റെ കൂടെ പല പ്രാവശ്യം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ജയകുമാറും പത്മകുമാറും കോമതി മാഡവും രഞ്ജു സാറും ഒക്കെയാണ്. അപ്പോൾ അവരൊന്നും എന്നെപ്പറ്റി അങ്ങനെ മോശമായിട്ട് എഴുതുന്നില്ല. അവർക്കൊക്കെ വർഷങ്ങളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് ഡോക്ടർ ഹാരിസിനെ നന്നായിട്ട് അറിയാവുന്നവരാണ്. താങ്കൾക്കെതിരെ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി താങ്കൾക്കെതിരെ നടപടിയെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു റിപ്പോർട്ട് താങ്കൾക്ക് നൽകണമെങ്കിൽ എവിടെയായിരിക്കാം വിചാരിച്ചത്? അതെനിക്കറിയില്ല. അത് സമയം വരും, അത് കണ്ടുപിടിക്കാം, എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിക്കാം. മാർച്ചിന് ഒരു കത്ത് കൊടുത്തായിട്ട് കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂണിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാസങ്ങൾക്കിടയിൽ ഈ പ്രോബ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ നിരന്തരം അറിയിക്കുകയാണ്. അവരെ അറിയിക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ അതിൻ്റെ വിശദീകരണം പറഞ്ഞിരുന്നല്ലോ. നമ്മളത് തീരുന്ന മുറയ്ക്ക് നമ്മളത് അവരെ അറിയിക്കുന്നുണ്ട്. നമ്മൾ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കെല്ലാം ഇപ്പോൾ കത്തിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ HDSൻ്റെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അവരവിടെ സാലറി വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റേ ആവശ്യത്തിന് പോകുമ്പോഴും അവർ പോയി പറയാറുണ്ട്. ഷഹാന എന്നാണ് ആ കുട്ടിയുടെ പേര്, ഷഹാന. ആ കുട്ടിയോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു, നീ പറഞ്ഞിരുന്നോ? അപ്പോൾ അത് പറഞ്ഞു, പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട്.
ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പറിൽ എപ്പോഴും അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിൻറ്റിങ് മെഷീൻ പോലും ഇല്ല. അത് പിന്നെ നമ്മൾ പലരുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കാൻ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. മാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് കൂടി വളരെ സീരിയസ് ആയിട്ട് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം അതിൻ്റെ ആ ഒരു ആവശ്യകത മനസ്സിലാക്കി നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അത് പേഷ്യൻ്റ് കെയറിനുള്ള സാധനമാണ്. അല്ല നമ്മുടെ അവിടെ എന്തെങ്കിലും ടൈല് മാറ്റിയിടാനോ അല്ലെങ്കിൽ ബാത്റൂം കെട്ടാനോ ഉള്ളതൊന്നുമല്ല. ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ജീവൻ രക്ഷാ മാർഗ്ഗങ്ങളാണ്. ജീവൻ രക്ഷിക്കാനുള്ള ജീവിതത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാണ്. അതിന് അടിയന്തിരമായിട്ടുള്ള ഇതാണ് കൊടുക്കുക. വിദഗ്ധ സമിതിക്ക് അത് മനസ്സിലായോ എന്തോന്ന് അറിയില്ല. അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം. അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിൻ്റെ അകത്തൊക്കെ. കാരണം സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരൻ്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ വിവാദ വെളിപ്പെടുത്തലിന്മേൽ DME വിശദീകരണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിന്മേലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, വീണ്ടും മെഡിക്കൽ കോളേജ് ആരോഗ്യരംഗം നേരിടുന്ന പല പ്രതിസന്ധികളെയും കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. വീണ്ടും വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും. കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതായാണ് പരാതി. നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ. നിഷ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറയൂ. കേസിൽ അറസ്റ്റ് ഭയന്നാണ് വേടൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നത്. കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തിരുന്നു. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ പലയിടങ്ങളിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഡോക്ടറുടെ പരാതി. എന്തായാലും 2021 മാർച്ചിൽ ആദ്യം കോഴിക്കോട് കോവൂരിലുള്ള ഫ്ളാറ്റിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത്. പിന്നീട് തുടർച്ചയായി വിവാഹ വാഗ്ദാനം നൽകി 2023 മാർച്ച് വരെ പീഡിപ്പിച്ചു എന്ന് കോടതിയിൽ യുവതി തൃക്കാക്കര പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും റാപ്പർ വേടൻ ഇത്തരത്തിൽ ഈ ബലാത്സംഗ കേസിലെ അറസ്റ്റ് ഭയന്ന് തന്നെയാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നത്. ബലാത്സംഗം, തുടർച്ചയായ ബലാത്സംഗ കുറ്റം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376, 376 2N വകുപ്പുകൾ പ്രകാരമാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. പിന്നീട് 2024 മാർച്ചിൽ ജൂലൈയിൽ വേടൻ ഈ യുവതിയുടെ ഫ്ളാറ്റിലെത്തുകയും തന്നെ ശരി നിഷ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ദയവായി തുടരുക. ഹാരിസ് ചിറക്കൽ വീണ്ടും മാധ്യമങ്ങളോട്. അദ്ദേഹം നേരത്തെ പ്രതികരിച്ചതിന് ശേഷം വീടിനുള്ളിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുൻപാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഒന്നുകൂടി ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് കരുതിയാൽ പോലും അദ്ദേഹം പ്രതികരിക്കാതെ പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വിവാദ വെളിപ്പെടുത്തലിൽ DME അന്വേഷണ റിപ്പോർട്ട് തേടിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയത് സംസ്ഥാനം നേരിടുന്ന ആരോഗ്യ വകുപ്പ് നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളെയാണ് തുറന്നു കാട്ടിയത്. പക്ഷേ അതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന അദ്ദേഹത്തിന്റെ അനുകൂല നിലപാടിന്മേൽ ഭയന്നിട്ടാകണം സർക്കാർ ആദ്യം അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുക്കില്ല എന്നാണ് വ്യക്തമാക്കിയത്. അദ്ദേഹം വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, ഡോക്ടറാണ് എന്നൊക്കെ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക വിവര റിപ്പോർട്ട് തേടുന്നതായാണ് കണ്ടത്. എന്തായാലും ഇതിന്മേലുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്.
നമുക്ക് നേരത്തെ പൂർത്തീകരിക്കാൻ കഴിയാത്ത വാർത്തയിലേക്കൊക്കെ ഇതിലേക്കുമൊക്കെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരത്തെ അദ്ദേഹം നടത്തിയ വിവാദ വെളിപ്പെടുത്തലിന്മേൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വികാരാധീനനാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം വീടിനുള്ളിലേക്ക് പോവുകയും രണ്ടാമത് വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് മാത്രമല്ല, അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുക കൂടിയുണ്ടായി. ഇപ്പോഴും ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളും തന്നെയാണ് അദ്ദേഹം വീണ്ടും എടുത്തു പറഞ്ഞത്. എസ് ശാലിനി ചേരുന്നു. ശാലിനി, എന്തെല്ലാം കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത്? വീണ്ടും രോഹിണി, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ഈ നടത്തിയ പ്രസ്താവനകൾ, ഒപ്പം തന്നെ നടത്തിയിട്ടുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകാനൊക്കെ തയ്യാറെടുക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അതേസമയം തന്നെ സിസ്റ്റത്തിലെ പുഴുക്കുത്തുകളെയും സിസ്റ്റത്തിലെ വീഴ്ചകളെയും ഒക്കെ ഈ ഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹാരിസ് ചിറക്കൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അദ്ദേഹം വിദഗ്ധ സമിതി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചത്. അതായത് വിദഗ്ധ സമിതിയിലുണ്ടായിരുന്ന 4 പേരും തൻ്റെ സഹപ്രവർത്തകരാണ്, തനിക്കൊപ്പം ജോലി ചെയ്തവരാണ്, സുഹൃത്തുക്കളാണ്. അവരിങ്ങനെ തനിക്ക് മോശമായ രീതിയിൽ ഒരു റിപ്പോർട്ട് നൽകില്ല, അല്ലെങ്കിൽ അത് നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഹാരിസ് ചിറക്കൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൽ, വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ എന്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല, അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയില്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തനിക്ക് ലഭ്യമാക്കിയിട്ടില്ല. വിശദീകരണം തേടുമ്പോൾ ആ ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് കൂടെ നൽകുന്നതാണ്, പക്ഷേ അത് തനിക്ക് കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, മുൻപും സമാനമായ രീതിയിൽ അവിടുത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, രോഗികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഓഫീസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആരോഗ്യവകുപ്പിനെയും സൂപ്രണ്ടിനെയും കൃത്യമായി അറിയിച്ചതാണ്. മാർച്ച് 10-ാം തീയതി ഹാരിസ് ചിറക്കൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മൂത്രാശയ രോഗങ്ങൾക്ക് അവിടെ ചികിത്സയ്ക്കെത്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല, അത് അടിയന്തരമായി തന്നെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു സൂപ്രണ്ടിന്. മെയ് 10-ാം തീയതിയാണ് ആ കത്ത് മാർച്ച് 10-ാം തീയതിയാണ് ആ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജൂണിലും ആ കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തന്നെ അദ്ദേഹം അത് വാങ്ങുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ആ കത്തിന് പിന്നാലെ പല ഘട്ടങ്ങളിലും നേരിട്ട് വാക്കാൽ ഇക്കാര്യങ്ങൾ സൂപ്രണ്ടിനെയും മറ്റുന്നത ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ പറയുന്നത്. അത് നേരിട്ട് പറയുന്നത് എന്തുകൊണ്ടെന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അതായത് പ്രിന്റ് എടുത്ത് പേപ്പർ രൂപേണ, കത്ത് രൂപേണ അത് നൽകാനുള്ള, പ്രിന്ററിൽ പേപ്പർ പോലും വാങ്ങാനുള്ള കാശ് അല്ലെങ്കിൽ പേപ്പർ പോലും വാങ്ങാൻ അവിടെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി പ്രിന്ററിലേക്ക് പേപ്പർ വാങ്ങി താൻ കത്തടിച്ച് സർക്കാരിന് നൽകേണ്ട ഒരു സാഹചര്യം, അത്തരത്തിൽ ഉള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ആരോഗ്യരംഗം കടന്നു പോകുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയതും. അതിനുശേഷമാണ് ആ ഒരു കൃത്യമായ പോയിന്റിലേക്ക് അദ്ദേഹം എത്തുമ്പോഴാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി പോകുന്നത്. ഒരുപക്ഷെ എങ്ങനെ വികാരാധീതനായി അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ അകത്തേക്ക് പോകുന്നു. മാധ്യമങ്ങളോട് പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹം കയറി പോകുന്നു. പിന്നീട് പുറത്തേക്കിറങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അദ്ദേഹം തിരികെ ഓഫീസിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം വളരെ വൈകാരികമായി പ്രതികരിക്കുകയാണ്. കാരണം സിസ്റ്റത്തിലുണ്ടായിരുന്ന വീഴ്ചകൾ, ആരോഗ്യരംഗത്തുണ്ടായിരുന്ന വീഴ്ചകൾ, അത് ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ താൻ കുറ്റക്കാരനായതിൽ ഹാരിസ് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആരോഗ്യ മേഖലയിലും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞ ചില വാദങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ചില രേഖകളടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഹാരിസ് ചിറക്കൽ തന്നെയായിരുന്നു ശരിയെന്നുള്ള രേഖകളാണ് ഈ മാർച്ച് 10-ാം തീയതിയും ഒപ്പം തന്നെ ജൂൺ മാസം 6-ാം തീയതിയും ഒക്കെ നൽകിയ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും സമാനമായ സാഹചര്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. മൂത്രാശയ രോഗങ്ങൾ ഉൾപ്പെടെ വിവിധ ശസ്ത്രക്രിയകൾക്കും മറ്റ് ചികിത്സയ്ക്കുമായി അവിടെ എത്തുന്നവർക്ക് മരുന്നോ അല്ലെങ്കിൽ കൃത്യമായി അവർക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളോ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും അദ്ദേഹം തുറന്നു കാട്ടുന്നത്. ഇന്നലെ വിശദമായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ്. അപ്പോഴും ഈ പുഴുക്കുത്തുകളുടെയൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വിശദീകരണം നൽകണമെന്നുള്ള അടിയന്തര നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും വിശദീകരണം നൽകുമെന്നുള്ളതാണ് ഹാരിസ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിന് ഈ കണ്ണു നിറയൽ, അദ്ദേഹത്തിന് വികാരാതീതമായിട്ടുള്ള പ്രതികരണം, അത് ഏത് തരത്തിലായിരിക്കും ഇനി അദ്ദേഹം ജോലിയിൽ
നിന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ജോലി രാജിവെക്കാനും താൻ തയ്യാറാണ്. കാരണം തനിക്കെതിരെ നടപടി ഉണ്ടായാൽ അതും ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. തനിക്ക് ആരെയും പേടിക്കാനില്ല, ഭയപ്പെടാനില്ല എന്നുള്ള പ്രതികരണം നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ഇനി ഹാരിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അദ്ദേഹം പതിവ് പോലെ ജോലിക്ക് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രേഖകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ആരോഗ്യവകുപ്പിനെതിരെ അല്ലെങ്കിൽ ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഈ ഘട്ടത്തിൽ മക്കവിട്ട് നിരത്തുകയാണ് ഹാരിസ് ചിറക്കൽ. അതെ, ശാലിനി പറഞ്ഞതുപോലെ തന്നെയാണ്. തികച്ചും മനുഷ്യത്വപരമായി മാത്രം ചിന്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. പല തവണ അത് മാറ്റിവെക്കുകയായിരുന്നു. ഇനി നിവൃത്തിയില്ലാതെയാണ് താൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് അന്നും അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ വെളിപ്പെടുത്തലിന്റെ പേരിൽ താൻ ഒരുപക്ഷെ ബലിയാടായേക്കാം എന്നുള്ളത് വളരെ മുൻപ് തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കിയതാണ്. അത് കഴിഞ്ഞ ദിവസം നടപ്പിലാകുന്ന കാഴ്ചയും കണ്ടു. സർക്കാരിന്റെ ഒരു പ്രതികാര നടപടി എന്നോണം തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ റിപ്പോർട്ട് തേടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം അങ്ങേയറ്റം വികാരാധീനനായ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ഒരു ജീവന്റെ മുൻപിൽ വച്ച് നിരത്താവുന്ന ഒരു ന്യായീകരണമേ അല്ല. അവിടെ മനുഷ്യജീവനാണ് വില നൽകേണ്ടത് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാക്കുകൾ പൊതുസമൂഹം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശാലിനി. പക്ഷേ സർക്കാരിന്റെ നടപടിയാണ് അങ്ങേയറ്റം അപലപനീയം. ഇപ്പോഴും ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുകയോ സംസ്ഥാനത്തെ ആരോഗ്യരംഗം നവീകരിക്കാനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനോ ഉള്ള ഒരു നടപടിയിലേക്കും കടക്കുകയോ ചെയ്യാതെ ഡോക്ടർക്കെതിരെ മാത്രം നടപടിയും വിശദീകരണ റിപ്പോർട്ടുമൊക്കെ തേടുന്ന സർക്കാർ നടപടി, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ നടപടി, ആരോഗ്യമന്ത്രിയുടെ നടപടി എത്രമാത്രം അപലപനീയമാണ് ശാലിനി? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം അദ്ദേഹം ഈ പ്രതികരണം ഫേസ്ബുക്കിലൂടെ നടത്തിയതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താൻ പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. വിശദീകരണം തേടിയിരിക്കുകയാണ്. ആ വിശദീകരണം തൃപ്തമല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നും അദ്ദേഹം പ്രതികരിക്കുന്നത് ആ സിസ്റ്റത്തിന്റെ വീഴ്ചകളെയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സർക്കാർ പല ഘട്ടങ്ങളിലും പറയുന്നതാണ്. ആരോഗ്യരംഗത്ത് പല ഘട്ടങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നതും അതുതന്നെയാണ്. പക്ഷേ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പൗരന്റെ ജീവിതം ചോദ്യമുനയിൽ നിർത്താനോ അല്ലെങ്കിൽ അത് ബാർഗെയിൻ ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പല ഘട്ടങ്ങളിലും ഹാരിസ് ചിറക്കലിന്റെ കയ്യിൽ നിന്ന് പണം മുടക്കി അദ്ദേഹം പല കാര്യങ്ങളും ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും സർക്കാർ കണ്ടിട്ടില്ല, മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അത് സർക്കാരിനെ മോശമാക്കിയിട്ടില്ല അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തെ അടച്ചാക്ഷേപിച്ചിട്ടില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് യാഥാർത്ഥ്യം മാത്രമാണ് അദ്ദേഹം തുറന്നെഴുതിയത്. ആ തുറന്നെഴുത്തിനെയാണ് സർക്കാർ പേടിക്കുന്നത്, ആരോഗ്യവകുപ്പ് പേടിക്കുന്നത്. ഇപ്പോൾ വകുപ്പ് തല നടപടികളിലേക്കും ഒക്കെ വിശദീകരണത്തിലേക്കും ഒക്കെ എത്തിയതും അത് തന്നെയാണ്. എന്തായാലും ചില മറ്റ് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഈ ഒരു വാർത്ത മാറി നിന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഈ നടപടി എടുക്കുന്നതിലൂടെ വീണ്ടും വാർത്ത സജീവമാവുകയാണ്. ആരോഗ്യകരെ വിമർശിച്ചുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കളും എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഹാരിസ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏത് തരത്തിലുള്ള നടപടി ഉണ്ടായാലും താൻ സ്വീകരിക്കും, തനിക്കത് പ്രശ്നമല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത്, അവിടെ ഉണ്ടായിരുന്ന വീഴ്ചകളാണ് താൻ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ പറഞ്ഞു വയ്ക്കുന്നതിൽ. അദ്ദേഹം പറഞ്ഞു വെച്ചൊരു ഒരു കാര്യമുണ്ട്, മാധ്യമങ്ങളോട് പറയാൻ എനിക്ക് മോശമായി തോന്നുകയാണ് അല്ലെങ്കിൽ അത് നാണക്കേടായി തോന്നുകയാണ്. കാരണം ആരോഗ്യ വകുപ്പ്, ആരോഗ്യ മന്ത്രിയുടെ മൂക്കിൻ തുമ്പിൽ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു കത്തടിക്കാൻ പേപ്പറില്ല എന്ന് പറയുന്നത് എത്രത്തോളം മോശാവസ്ഥയാണ് എന്നുള്ളത് തനിക്കറിയാം. അത് പറയുന്നത് മോശമാണ് എങ്കിൽ പോലും ഇനി പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആദ്യമൊക്കെ പേപ്പർ അടിച്ച് നൽകി, കത്ത് അയച്ചു നൽകി, പറഞ്ഞു, കാര്യങ്ങൾ കേട്ടില്ല. പിന്നീട് കത്തയക്കാൻ പോലും കഴിയാത്ത പേപ്പറില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ വാക്കാൽ പല ഘട്ടങ്ങളിലും സൂപ്രണ്ട് അടക്കമുള്ളവരുടെ ഈ മെഡിക്കൽ സംവിധാനത്തിലുള്ള വീഴ്ചകൾ, ഒപ്പം തന്നെ ഈ മരുന്നില്ലാത്ത കാര്യങ്ങൾ, ഉപകരണങ്ങളില്ലാത്ത കാര്യങ്ങൾ അറിയിച്ചതാണ്. എന്നിട്ടും തൻ്റെ മേൽ പഴിചാരാനുള്ള നടപടി അത് അംഗീകരിക്കാനാകില്ല, ശരിയായ നടപടിയല്ല, വിദഗ്ധ സമിതി റിപ്പോർട്ട് തെറ്റാണ് എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ ഈ ഘട്ടത്തിലും പ്രതികരിക്കുന്നത്. രോഹിണി. ശരി ശാലിനി, ഡോക്ടർ ഹാരിസ് ചിറക്കൽ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. മാധ്യമങ്ങളോടാണ് അദ്ദേഹം അല്പസമയം മുൻപ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ലോകമാന്യ ബാൽ ഗംഗാധർ തിലക് സ്മൃതി ദിനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്നും അത് താൻ നേടുക തന്നെ ചെയ്യും എന്നും പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകൻ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ തന്റെ തൂലിക പടവാളാക്കിയ ധീരദേശാഭിമാനി ബാൽ ഗംഗാധർ തിലകിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.
ഇന്ന് മഹാനായ സ്വാതന്ത്ര്യ സമര നേതാവ് ലോകമാന്യ ബാലഗംഗാധർ തിലക് സ്മൃതി ദിനം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ധീര നേതാവ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്റെ രാഷ്ട്രീയ ജീവിതം ഉഴിഞ്ഞുവെച്ച നേതാവ്. മഹാത്മാഗാന്ധിക്ക് മുൻപ് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച നേതാവ്. ഗണിത നിയമ വിദഗ്ധനും സംസ്കൃത പണ്ഡിതനും രാഷ്ട്രീയ പ്രവർത്തകനും പത്രപ്രവർത്തകനുമൊക്കെയായ ബാലഗംഗാധർ തിലക് 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഗണിതശാസ്ത്രത്തിലും നിയമപഠനത്തിലും ബിരുദം നേടി. അതിനുശേഷം പൂനെയിലെ സ്വകാര്യ സ്കൂളിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി. പിന്നീട് അധ്യാപക ജോലി ഉപേക്ഷിച്ച് പത്രപ്രവർത്തകനായി. അതോടെ തിലക് പൊതുജനകാര്യങ്ങളിൽ സജീവമായി. 1890 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ബാലഗംഗാധർ തിലക് കോൺഗ്രസിന്റെ മിതമൗലികവാദത്തെ എതിർത്തിരുന്നു. ഒരു തീവ്ര ദേശീയവാദിയായിരുന്നു അദ്ദേഹം. 1896 ബോംബെയിലും പിന്നീട് പൂനെയിലും പടർന്നു പിടിച്ച പ്ലേഗ് നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം സ്വീകരിച്ച നിലപാടുകൾ ഇന്ത്യൻ ജനതയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും വേദനപ്പെടുത്തുകയും ചെയ്തു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സ്വതന്ത്ര ജീവിത സാഹചര്യങ്ങളും നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ വളരെയധികം ജനരോഷം ഉടലെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാൻ ബാലഗംഗാധർ തിലക് 1881 കേസരി എന്ന പേരിൽ മറാഠിയിൽ ഒരു വർത്തമാന പത്രം ആരംഭിച്ചു. പ്രകോപനപരമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് തിലക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സമരം ഏറ്റെടുത്തു. ഇതിനെ തുടർന്ന് 1897 ജൂൺ 22 പൂനെയിലെ കമ്മീഷണറായിരുന്ന വാൾട്ടർ ചാൾസ് റാൻഡിനെയും മറ്റൊരു ബ്രിട്ടീഷ് ഓഫീസർ ലഫ്റ്റനന്റ് അയൺസ്റ്റിനെയും ചാഫേക്കർ സഹോദരന്മാരും അവരുടെ കൂട്ടാളികളും ചേർന്ന് വെടിവെച്ചു കൊന്നു. ഈ കേസിൽ ബാലഗംഗാധർ തിലകിനെതിരെ കൊലപാതക പ്രേരണ കുറ്റം ചുമത്തി 18 മാസത്തെ തടവിന് ശിക്ഷിച്ചു. ജയിലിൽ നിന്നും പുറത്തുവന്ന അദ്ദേഹം ഒരു രക്തസാക്ഷിയായും ദേശീയ നായകനായും ആദരിക്കപ്പെട്ടു. ബാലഗംഗാധർ തിലക് സ്വദേശി പ്രസ്ഥാനത്തെയും ബഹിഷ്കരണ പ്രസ്ഥാനത്തെയും പിന്തുണച്ചു. അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ബാലഗംഗാധർ തിലകിനെ പിന്നീട് നിരവധി തവണ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചു. 1908 മുതൽ 1914 വരെ തിലകിനെ ബർമയിൽ മാൻഡേയിലെ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. 1914 അദ്ദേഹം ജയിൽ മോചിതനായി. സ്വാമി വിവേകാനന്ദനും ബാലഗംഗാധർ തിലകും തമ്മിൽ പരസ്പര ബഹുമാനവും ആദരവും പുലർത്തിയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇംഗ്ലീഷുകാരുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ യോജിച്ച അവസരമായി രണ്ടാം ലോക മഹായുദ്ധത്തെ വിനിയോഗിക്കണമെന്ന അഭിപ്രായമായിരുന്നു തിലകിന്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ ബാലഗംഗാധർ തിലക് 1918 ഇംഗ്ലണ്ടിലേക്ക് പോയി ലേബർ പാർട്ടി നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബിൽ പരിഗണിക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗിനു വേണ്ടി ബാലഗംഗാധർ തിലക് ഹാജരായി. നിരവധി തവണത്തെ ജയിൽവാസവും പ്രമേഹരോഗവും അദ്ദേഹത്തെ അസുഖബാധിതനാക്കി. 1920 ഓഗസ്റ്റ് 1 64 വയസ്സിൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നേതാക്കളിലൊരാളായ ബാലഗംഗാധർ തിലക് എന്ന ലോകമാന്യ തിലക് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. നമുക്കിനി അടുത്ത മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക്. സഭാ നേതൃത്വം ഇന്ന് ജാമ്യ ഹർജി നൽകും. ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയെന്ന് രാജീവ് ചന്ദ്രശേഖർ. ബീഹാറിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. നടപടി വിവാദ വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണത്തിന് ശേഷം മരിച്ച 22 ലക്ഷം പേരുടെ പേരുകൾ നീക്കം ചെയ്തു. ഇരട്ടിപ്പ് കണ്ടെത്തിയത് 7 ലക്ഷം പേരുകളിൽ. ടി പി വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി. നടപടി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് പ്രതിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു.
കൊട്ടാരക്കരയിൽ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം. ഇസ്ലാമാകണമെന്നാവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. നിരന്തര ഭീഷണിയെന്ന് കുടുംബം. ജനം എക്സ്ക്ലൂസീവ്. വേടനെതിരായ ബലാത്സംഗ കേസിൽ യുവതിയുടെ മൊഴി പരിശോധിച്ച് പോലീസ്. ആധികാരികത ഉറപ്പിച്ച ശേഷം ചോദ്യം ചെയ്യും. കൈമാറിയ പണം കേന്ദ്രീകരിച്ചും അന്വേഷണം. മുൻകൂർ ജാമ്യം തേടി വേടൻ ഹൈക്കോടതിയിലേക്ക്. AKG സെന്റർ കേരള സർവകലാശാല വളപ്പിലെന്ന് രേഖകൾ. അനധികൃത നിർമ്മാണം. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ. VC-യോട് വിശദീകരണം തേടി ഗവർണർ. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ കുരുക്കുമുറുക്കി ഇടി. മാത്യു കുഴൽനാടൻ MLA ഉടൻ ചോദ്യം ചെയ്യും. ഭൂമി ഇടപാടുകളുടെ രേഖകളും ഹാജരാക്കണം. കാനഡയ്ക്കെതിരെ നടപടി കടുപ്പിച്ച അമേരിക്ക. അധിക താരിഫ് നിരക്ക് ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. ഭാരതത്തിന് ചുമത്തിയ അധിക താരിഫ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഓവൽ ടെസ്റ്റിൽ കരകയറാൻ ഇന്ത്യ. 200 തികയ്ക്കും മുൻപേ 6 വിക്കറ്റുകൾ നഷ്ടം. കരുൺ നായർക്ക് അർദ്ധ സെഞ്ചുറി. കൊല്ലം കൊട്ടാരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം. ഹൈന്ദവ വിശ്വാസങ്ങൾ വിട്ട് ഇസ്ലാമാകണമെന്നും പൊന്നാനിയിലേക്ക് പോകണമെന്നും പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. നിരന്തരമായ ഭീഷണിയെ തുടർന്ന് ഭീതിയിലാണെന്ന് പെൺകുട്ടിയും കുടുംബവും ജനം TVയോട് പറഞ്ഞു. ജനം എക്സ്ക്ലൂസീവ്. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി, പിന്നെ അത് റിലേഷനിലോട്ട് പോയി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞിന്ന് ഞാൻ മതം മാറി ചെന്നേ പറ്റൂ. ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ആ ഒരു സംസാരം വരുമ്പോഴേ ഞാനങ്ങ് വഴിതിരിച്ച് വിടുമായിരുന്നു ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ പറയും പൊന്നാനിയിൽ സത്യസരണയിൽ കൊണ്ടുപോകും എന്നെ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോകരുത്, തട്ടിടണം, പൊട്ടിടരുത്, കുറിയിടരുത്. ഞാൻ എന്തോ പൊട്ടോ കുറിയോ എന്തോ ഇട്ട് എന്തോ പോസ്റ്റ് ചെയ്യുക എന്തോ ചെയ്ത് ഉടനെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നെ കൊണ്ട്. നീ പൊട്ടിടുന്നതും കുറിയിടുന്നതും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്, എനിക്ക് നീ പൊട്ടും കുറിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെൻ്റെ കണ്ണിന് മുന്നിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആലപ്പുഴയിലുള്ളൊരു ജോബി, അയാളാണ് കൊച്ചിനെ അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ജോബി ആരാണെന്ന് എനിക്കറിയത്തില്ല, മോള് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അയാൾക്ക് ഈ പയ്യന് അയാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആലപ്പുഴക്കാരനാണെന്നും അയാളുടെ വീട്ടിൽ കൊണ്ട് നിർത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജോബിയുടെ ക്യാരക്ടർ ഇവള് തന്നെ പറയുന്നു മോശം ക്യാരക്ടറാണ്, അങ്ങനെ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഈ പയ്യൻ്റെ സഹോദരിക്ക് എൻ്റെ മോളുടെ പ്രായമാണ്. അപ്പം ഇവൾക്ക് 18 ആകുമ്പോൾ ആ കൊച്ചിനും ആവും. അപ്പോഴത്തേക്കും ഇവള് കൂടെ ചെല്ലുവാണെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. മതം മാറിക്കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനും നല്ലൊരു വീട് വെക്കാനും എന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കൊല്ലം കൊട്ടാരക്കരയിലാണല്ലോ ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പെൺകുട്ടിയും വീട്ടുകാരും വ്യക്തമാക്കുന്നത്? ിലൂടെയാണ് പഴയ പരിചയം പുതുക്കാനെന്ന പേരിൽ ഈ പെൺകുട്ടിയുമായി യുവാവ് പിന്നീട് പ്രണയത്തിലാകുന്നത്. ഈ പ്രണയത്തിലായതിനു ശേഷം പലതവണ മതം മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതായത് ഈ കുട്ടിയോട് പൊട്ടിടരുത്, അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ പോകരുത് എന്നൊക്കെ യുവാവ് പറയുമായിരുന്നു. ഇതൊക്കെ ആദ്യം പെൺകുട്ടി ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അതിലേക്ക് പെൺകുട്ടി പോകുമായിരുന്നു. അതായത് അമ്മ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കുട്ടിയെ വിളിക്കുമ്പോൾ കുട്ടി പോകില്ല. പിന്നീട് ഈ തട്ടമൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ അതോടൊപ്പം വീഡിയോസൊക്കെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഇതൊക്കെ തന്നെ പിന്നീട് നിരന്തരമായിട്ടുള്ള യുവാവിൻ്റെ ഭീഷണി കാരണം ഈ കുട്ടി അമ്മയോട് തുറന്നു പറയുകയാണ്. അതായത് നിരന്തരമായി തന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ സത്യസരണിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഈ കുട്ടിയെ നിരന്തരമായി ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അത് ഭീഷണിയായി മാറി. ഈ ഭീഷണിയായി മാറിയപ്പോഴാണ് കുട്ടിക്കത് കൂടുതൽ ഭയം തോന്നിയത്. പിന്നീട് അമ്മയോട് തുറന്നു പറഞ്ഞപ്പോഴാണ് മറ്റ് നടപടികളിലേക്ക് കടന്നത്. അമ്മ ഈ കുട്ടി എഴുതി വെച്ചിരുന്ന ഒരു ബുക്ക് ശ്രദ്ധിച്ചു. ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ കണ്ട് അമ്മ ഞെട്ടി
ഞെട്ടിപ്പോയി. പിന്നീടാണ് ഈ കുട്ടിയോട് കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പരാതിപ്പെടുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ കൊട്ടാരക്കര പോലീസ് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതായത് ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് പരാതി നൽകുകയായിരുന്നു. എന്തായാലും കേരളത്തിലാണ്, കൊല്ലം ജില്ലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ കുട്ടി, അതായത് ഈ യുവാവിനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് കാരണം പൂയപ്പള്ളി പോലീസിൽ ആ കുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ സംഭവം ഉൾപ്പെടെ ഈ പെൺകുട്ടി അറിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. പിന്നീട് പോലീസിനെ സമീപിച്ചതറിഞ്ഞ് ഈ കുടുംബത്തെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ കുട്ടികൾക്കിടയിൽ പോലും ഇത്തരത്തിൽ ഈ മതം മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു, അതിനുവേണ്ടി സഹായിക്കാൻ ചിലരുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരോട്, അതായത് സാധാരണ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്ന് ആ കുട്ടി വിചാരിച്ചു. പക്ഷേ പിന്നീട് അത് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങിയപ്പോഴാണ് ആ കുട്ടി ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. എപ്പോഴും ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഈ യുവാവ് പറയുന്നത് ഇസ്ലാമിനെക്കുറിച്ച് അറിയുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതാണ്. എന്നാൽ പല ഉദാഹരണങ്ങളും പറഞ്ഞ് ഈ കുട്ടിയെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് മറ്റ് 2 വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് 2 വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു സ്ഥലത്ത് പോവുകയും പിന്നീട് അത് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ഭയങ്കരമായി ഭീതിപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ നിന്നെയും ചെയ്യുമെന്നുള്ള ആ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് നിരന്തരം നേരിട്ട് വന്ന് ഈ യുവാവ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും അതോടൊപ്പം തന്നെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് ഈ കുട്ടിയെ പരസ്യമായി അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അമ്മയിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞ വിവരം, അതായത് മറ്റു ജില്ലകളിലടക്കം ഈ യുവാവിന് പരിചയക്കാരുണ്ട്. അവിടെ നിന്ന ശേഷം ഈ പൊന്നാനിയിലേക്ക് പോകാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അമ്മ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. സാധാരണയായി കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലേക്ക്, അതായത് ഈ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് തന്നെ ഇത്തരത്തിൽ സംഭവങ്ങൾ അതാണ് മനോജ്, സ്കൂൾ കുട്ടികളാണ് ഇത്തരത്തിൽ ഈ കുട്ടിയോട് പ്രണയം നടിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കുട്ടി മതം മാറണം എന്നുള്ള ആവശ്യപ്പെടലിൻ്റെ ഇടയിലാണ് യുവാവിൽ നിന്ന് മറ്റൊരു പ്രസ്താവന കൂടി വരുന്നത്. അതായത് പൊന്നാനിയിൽ പോയി മതം മാറുകയാണെങ്കിൽ ധാരാളം പൈസ ലഭിക്കും, ആ പൈസ തനിക്ക് ലഭിച്ചതിന് ശേഷം വേണം മാത്രം തൻ്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ച് വിടാൻ എന്നതടക്കം. അപ്പോൾ ആരുടെയൊക്കെ ഒരു പ്രേരണ ഇതിന് പിന്നിലുണ്ട്. ഇത്തരത്തിൽ ഇതര മതസ്ഥരെ തങ്ങളുടെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുകയും മതം മാറ്റുകയും ചെയ്താൽ സാമ്പത്തിക നേട്ടം ഉൾപ്പെടെയുള്ളവ വാഗ്ദാനം ചെയ്യുന്ന ഒരു വിഭാഗം കൃത്യമായ ആസൂത്രണത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതുതന്നെയാണ് ഈ പെൺകുട്ടിയോട് യുവാവ് പറഞ്ഞത്. അതായത് തൻ്റെ സഹോദരിയുടെ വിവാഹം നടത്തണമെങ്കിൽ പണം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മതം മാറി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊന്നാനിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും പണം ലഭിക്കുമെന്നുള്ളതാണ് ഈ യുവാവ് കുട്ടിയോട് പറയുന്നത്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു ജീവിതം രക്ഷപ്പെടാനെന്നുള്ള രീതിയിലേക്ക് ഈ കുട്ടിയെ പറഞ്ഞ് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. എന്തായാലും അതിലൊന്നും തന്നെ അതിനു മുമ്പ് തന്നെ പെൺകുട്ടി അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. അമ്മ ഇതറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം തൻ്റെ മകളെ ഇത്രയും കാലം ഒന്നിച്ച്, അതായത് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പോകുമ്പോൾ തൻ്റെ മകളെ കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോകാൻ വിളിക്കുമ്പോൾ കുട്ടി വരാതിരുന്നതോടെയാണ് അമ്മയ്ക്ക് ചെറിയ രീതിയിലൊരു സംശയമുണ്ടായത്. പിന്നീടാണ് ഈ കുട്ടി ഇതെല്ലാം തുറന്നു പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഈ വിഷയം, അതിൽ പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് തന്നെ ഈ കുടുംബം ഇത് തുറന്നു പറയുവാൻ തയ്യാറായി എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഭീതിയായിരുന്നു, നിരന്തരമായുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ആ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും മോശം സമീപനമാണ് ഉണ്ടായതെന്ന് ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഈ മതം മാറ്റുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കുട്ടിക്ക് ഈ യുവാവിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിരുന്നു. അതായത് ക്രിമിനൽ സ്വഭാവമുള്ള യുവാവാണ്, നേരത്തെയും
ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് മറ്റൊരു കുട്ടിയെ ഉപദ്രവിച്ചതായി പറയുന്നുണ്ട്. ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ യുവാവിനെതിരെ നടപടികളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം അത് ഈ കേരളത്തിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ലവ് ജിഹാദ് എന്നുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് പ്രണയം നടിച്ചുകൊണ്ട് മതം മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത്, അത് ഏത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് ഈ കേരള ജനത തന്നെ അത് നോക്കണം. കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധിയായുള്ള പെൺകുട്ടികളെ ഇത്തരത്തിൽ വലയിലാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുള്ള ശ്രമം ഈ സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ അത് ഗൗരവമായി കാണേണ്ടത്. എന്തായാലും ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഏറെ നാളായി തന്നെ ഈ യുവാവ് ഈ കാര്യം പറഞ്ഞ് ഈ കുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നീട് മറ്റു ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുൾപ്പെടെ ഭീഷണിയുണ്ടായി. എന്തായാലും ഈ ചെറിയ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മതം മാറിയാൽ പണം കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നിർദ്ദേശവുമൊക്കെ ലഭിക്കുന്നതനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ പോലീസ് അത് ആദ്യം ഗൗരവമായി എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ചൈൽഡ് ലൈനിനെ കാര്യം അറിയിച്ചിരുന്നു. ചൈൽഡ് ലൈനിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ആണ് ഈ പോലീസിനുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിരന്തരമായിട്ടുള്ള ഭീഷണി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. ആ ഭീതിയിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും. കാരണം അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചുൾപ്പെടെ ഈ യുവാവ് സംസാരിക്കുന്നുണ്ടായിരുന്നു. പലതവണ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അമ്മയെ ഉൾപ്പെടെ അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം നടക്കുമ്പോൾ അത് പോലീസ് ആദ്യഘട്ടത്തിൽ അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഈ യുവാവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബം വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും, അതായത് ഈ കുട്ടിയോട് യുവാവ് ആവശ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ, യുവാവ് എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ അമ്മ തുറന്നു പറഞ്ഞിരുന്നു. അതായത് സ്കൂൾ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരിടത്ത് പോയി നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ യുവാവ് കുട്ടിയോട് സംസാരിച്ചിരുന്നു. എത്ര നാളെന്നൊന്നും താൻ പറയുന്നില്ല, പക്ഷേ കുറച്ച് ദിവസം ആകുമെന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയോട് യുവാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ, അതായത് ഈ പ്രണയം തുടങ്ങിയതിന് ശേഷം ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ ഈ കുട്ടി ഇതിനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതായത് ആദ്യം തന്നെ യുവാവ് പറയുന്നതൊക്കെ ഈ കുട്ടി അനുസരിച്ച് വരുന്നുണ്ടായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ പൊട്ടു തൊടുന്നത് നിർത്തിയിരുന്നു. അത് അമ്മ പിന്നീടാണ് അത് ശ്രദ്ധിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ മാത്രമല്ല, മനോജ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലവ് ജിഹാദ് ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. പൊതുസമൂഹം അത് കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥ പ്രണയമാണെങ്കിൽ എന്തിന് മതം മാറണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കോളേജ് വിദ്യാഭ്യാസമൊക്കെ നേടിയ പല വിദ്യാർത്ഥിനികളും ഇപ്പോൾ അത് ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലമാണ്. അവിടെയാണ് ഇപ്പോൾ നിലവിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളൊരു പുതിയ അജണ്ടയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? കാരണം ഈ പെൺകുട്ടി വളരെ ചെറിയ ഒരു പെൺകുട്ടിയാണ്, വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഗ്രാജുവേഷനൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഈ കുട്ടിയെ കെണിയിലാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഇത്തരം പ്രവൃത്തിയിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം പ്രണയം ആദ്യം ആരംഭിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ചില നിർബന്ധിച്ചുകൊണ്ടുള്ള ചില ചെയ്തികളിലേക്കൊക്കെ എത്തുന്ന കാര്യങ്ങൾ, അതായത് പൊട്ടു തൊടാൻ പാടില്ല, അമ്പലത്തിലെ കുറി തൊടാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായൊരു ആസൂത്രണം ഇതിന് പിന്നിൽ ഈ യുവാവിനുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നീക്കങ്ങൾ നടത്തിയത്. കൃത്യമായി ഈ പെൺകുട്ടിയെ വലയിലാക്കുക, കെണിയിലാക്കുക, തുടർന്ന് ഈ കുടുംബത്തെ മൊത്തത്തിൽ കെണിയിലാക്കുക, ഇത് തന്നെയല്ലായിരുന്നോ ലക്ഷ്യം വെച്ചത്? തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഒരു പ്രണയക്കെണി ഒരുക്കി നിർബന്ധിതമായി മതം മാറ്റാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. അത് തന്നെയാണ് ആ കുടുംബവും വ്യക്തമാക്കുന്നത്. കാരണം അത് അനുഭവിച്ച കുട്ടിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. തന്നോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഉൾപ്പെടെ കുട്ടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് കേരള ജനത തിരിച്ചറിയേണ്ട സംഭവം തന്നെയാണ്. കാരണം ഈ സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിനായി മറ്റിടങ്ങളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. അപ്പോൾ അവർ പ്രാഥമികമായി വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി
നടക്കുന്ന ഈ ഒരു സമയത്താണ് അവരിലേക്ക് തരത്തിൽ പ്രണയാഭ്യർത്ഥന നടത്തി പലരും കടന്നു ചെല്ലുന്നത്. ഈ കടന്നു ചെന്നതിന് ശേഷം ആദ്യമൊന്നും ഇത് പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പലരുടെയും സഹായമുണ്ട് എന്നുള്ളതാണ്. അതായത് തനിക്ക് പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് കുട്ടിയോട് തന്നെ ഈ യുവാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അവരെല്ലാ സഹായവും ചെയ്തു തരും, തങ്ങൾക്ക് പണം കിട്ടുമെന്നുള്ള കാര്യം കൂടെ ഈ കുട്ടിയോട് പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രായത്തിലൊക്കെ കുട്ടികളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നീ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലേക്കൊക്കെ സംസാരിക്കുമ്പോൾ ആ കുട്ടി അറിയാതെ തന്നെ അതൊക്കെ ചെയ്തു പോകുമെന്നുള്ളതാണ്. എങ്കിലും ആ കുട്ടിക്ക് എപ്പോഴോ അമ്മയോട് ഇത് പറയാൻ തോന്നി എന്നുള്ളതാണ്. പിന്നീടാണ് അമ്മ ഇത് ഗൗരവമായി എടുത്തുകൊണ്ട് മറ്റ് നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ പോകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടി എടുക്കണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ കുടുംബം ഭീതിയിലുമാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഉപദ്രവമോ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭീതി അതുൾപ്പെടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. രോഹിണി. അതെ, ശരി മനോജ്. ഏതായാലും അപകടം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ കുട്ടി ഇത് അമ്മയോട് പറഞ്ഞതുകൊണ്ടും അവർ പോലീസിൽ പരാതിയായി ഉന്നയിച്ചതുകൊണ്ടും കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ അവസാനിക്കുമെന്നാണ് കരുതേണ്ടത്. കാരണം ഇപ്പോഴും ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ഈ യുവാവിൻ്റെ ഭീഷണിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് പോലീസിൻ്റെ തുടർ നടപടി എപ്രകാരമായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ഈ പ്രണയം നടിച്ച് മതം മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ ആകുകയാണ് കൊട്ടാരക്കരയിലെ ഈ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ സംഭവം. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ സ്കൂൾ അവധി മാറ്റത്തെപ്പറ്റി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തലസ്ഥാനത്ത് പ്രതികരിക്കുന്നു. തത്സമയം പറയുന്നത് അപ്പോൾ അതിന് കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള സൗകര്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ടെന്നുള്ളൊരു വാദമുണ്ട്, അല്ലാതെയുള്ള വാദങ്ങളും ഉണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, അതൊന്നും ആലോചിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ലെവലിലേക്ക് ഇത് വന്നിട്ടേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗവൺമെൻറ് ലെവലിൽ വ്യക്തിപരമായി എൻ്റെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവച്ചു, അതിൻ്റെ പേരിലുള്ള പ്രതികരണം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി എന്നുള്ളതിന് നിരവധി പ്രമുഖ വ്യക്തികൾ ടെലിഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നൊരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അവർ പറഞ്ഞ അവിടെ 7 മണിക്ക് ആരംഭിച്ചിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അങ്ങനെ അതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൻ്റെ സാഹചര്യം അമേരിക്കയുടെ സാഹചര്യം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ വേറെ ചില ആൾക്കാർ വിളിച്ചു പറഞ്ഞു, കേന്ദ്രീയ വിദ്യാലയങ്ങൾ രാവിലെ ആവാമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എന്തുകൊണ്ട് 7 മണിക്ക് ആയിക്കൂടാ. പിന്നെ അപ്പം വിദേശ രാജ്യങ്ങളിലുള്ള സമയവും നമ്മുടെ സമയമായിട്ട് കൂട്ടാൻ പറ്റില്ല. കാര്യം നമുക്ക് പിന്നെ വൈകുന്നേരം കുട്ടികളെ വീട്ടിൽ കൂലിവേലക്കാരും അതുപോലെ പാവപ്പെട്ടവരുടെ എല്ലാം മക്കൾ പിന്നെ വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല. പെൺകുട്ടികളുമൊക്കെ തന്നെ പ്രായമായ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അവരെ ഒറ്റയ്ക്കാണ് വീട്ടിലാക്കിയിട്ട് അവരെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അവർ 5-6 മണിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആലോചിക്കുന്നത്. അത് പിന്നെ എങ്ങനെ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നല്ല കാര്യം. വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ മാധ്യമ പ്രവർത്തകരും സുഹൃത്തുക്കളും ജനങ്ങളും ഒക്കെ തന്നെ പ്രതികരിക്കുന്നതിൽ വളരെ സന്തോഷം എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലമായി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങൾക്കും ആദ്യം ചില എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന അവസരത്തിൽ സഹകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നന്മ, കുട്ടികളുടെ ഉയർച്ച, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ആ വിദ്യാഭ്യാസത്തിന് ഒരു ടെൻഷനും ആ കുട്ടിക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ്. അതല്ലാതെ ഇത് താത്വികമായിട്ട് മാത്രം വിലയിരുത്തേണ്ട കാര്യമല്ല. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ വിലയിരുത്തേണ്ട കാര്യമാണ്. ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിലയിരുത്തേണ്ട കാര്യമാണ്. ഒരു വീട്ടിലെ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുണ്ട്. അല്ലാതെ ഇത് താത്വികമായി മാത്രം വിലയിരുത്തേണ്ട ഒരു പേപ്പർ അവതരിപ്പിച്ച് പിന്നെ വിലയിരുത്തേണ്ട കാര്യമില്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നൊന്നായപ്പോൾ 100% എല്ലാ കാര്യങ്ങളും യോജിച്ചു വരില്ല. ഇപ്പോൾ കളിയുടെ കാര്യം ഏതൊരു പത്രക്കാർ ചോദിച്ചു. നമ്മുടെ കളിയുടെ കാര്യം ആ സമയത്ത് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ പിന്നെ മണിക്കൂറുകൾ കൂട്ടി കുട്ടികളെ കളിക്കാനുള്ള അവസരം കൊടുക്കും. എല്ലാത്തിനും ഒരു ബദൽ മാർഗം ഉണ്ടാവുമല്ലോ, ബദൽ സംവിധാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും കെടുതി കുറവ് ഏതാണോ, കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കെടുതികൾ ഏറ്റവും കുറവ് ഏതാണോ അതിലത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഇത്രയധികം സ്കൂൾ അവധി മാറ്റത്തെ പറ്റി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട്
പ്രതികരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ബീഹാറിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. മുസഫൂർ ജില്ലയിലെ മീനാപൂരിലാണ് സംഭവം. മഹാവീർ പതാക ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ പോലീസ് ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും നിരവധി ഭക്തർക്കും പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഹിന്ദു ഘോഷയാത്ര അലങ്കോലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണോ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ നീക്കം നടത്തിയത്? രോഹിണി, ബീഹാറിലെ മുസഫർപൂർ ജില്ലയിലെ മീനാപുരിയിലാണ് ഇന്നലെ വൈകുന്നേരം ഈ ആക്രമണം അരങ്ങേറിയത്. അതായത് മഹാവീരി പതാക ഘോഷയാത്ര. സാധാരണ ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദു ദേവീദേവന്മാരുടെ ചിത്രം ആലേഖനം ചെയ്ത പതാകയുമായി ഘോഷയാത്ര നടത്തുന്ന ചടങ്ങുണ്ട്, മഹാവീരി പതാക ഘോഷയാത്ര. അത് വളരെ ആചാരപൂർവ്വം വളരെ ഭക്തിപൂർവ്വമാണ് അവർ നടത്തുന്നത്. വലിയ വ്രതശുദ്ധിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ മീനാപുരിയിലൂടെ ഈ ഘോഷയാത്ര കടന്നുപോയപ്പോൾ സമീപത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും അപ്രതീക്ഷിതമായി കല്ലേറുണ്ടാകുകയായിരുന്നു. ഈ കല്ലേറിൽ ആ പ്രദേശത്തെ പോലീസ് ഇൻസ്പെക്ടർക്കും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർക്കും നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. മാത്രമല്ല ഘോഷയാത്രയിൽ പങ്കെടുത്ത നിരവധി ഭക്തർക്കും കല്ലേറിൽ പരിക്കേറ്റു. തുടർന്ന് ഈ അക്രമികളെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഇവർ അടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അങ്ങനെ മുസ്ലിം പള്ളിയിൽ കയറി ഈ അക്രമികളെ പിടികൂടാൻ ശ്രമിച്ച പോലീസിനെ അവിടെ സംഘടിച്ചെത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തടയുകയായിരുന്നു. പിന്നീട് ഈ അക്രമികൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു. ഏതായാലും വലിയ ഒരു സംഘർഷ സമാനമായ ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം സംയമനം പാലിച്ചതിനാൽ തന്നെ വലിയൊരു വർഗീയ സംഘർഷം ഈ മേഖലയിൽ ഒഴിവായി എന്ന് വേണം വിലയിരുത്തുവാൻ. അതേസമയം തന്നെ ഈ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതേ മേഖലയിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ മേഖലയിൽ നിരന്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും അവിടെ ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ സഹിതം രംഗത്തിറക്കിക്കൊണ്ട് അവിടെ ഈ മേഖലയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. രോഹിണി, നന്ദൻ, സമാധാനപരമായി നടത്തുന്ന ഇത്തരം ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ മനഃപൂർവ്വമായി തികച്ചും ആസൂത്രിതമായി നടത്തുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രവൃത്തിയെ നമുക്ക് എങ്ങനെ കാണാം? കാരണം വലിയ രീതിയിലാണ് ഇവർ ആ ഘോഷയാത്രയെ ആക്രമിക്കുന്നത്. നിരവധി ഭക്തർക്കാണ് പരിക്കേൽക്കുന്നത് എന്ന് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം ആസൂത്രിതമായും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഇത് അലങ്കോലപ്പെടുത്തുക, നാശനഷ്ടം സംഭവിപ്പിക്കുക, അപകടം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ തികച്ചും ഈ പ്രവൃത്തി? രോഹിണി, വളരെ അപ്രതീക്ഷിതമായാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഈ ആക്രമണം ഉണ്ടായതെങ്കിലും അവർ വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി വളരെ വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഈ ഒരു ആക്രമണം നടത്തിയിരുന്നത് ശ്രദ്ധേയം. അവിടുത്തെ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളിൽപ്പെട്ട യുവാക്കളാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം സംഘടനകളെയും അതേപോലെ തന്നെ ഇതിലെ യുവാക്കളെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കല്ലെറിഞ്ഞവരെ CCTV ദൃശ്യങ്ങളിലൂടെയും മറ്റും തിരിച്ചറിഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത് കല്ലെറിഞ്ഞത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം സംഘടനകളിൽപ്പെട്ട ചില യുവാക്കളാണ് എന്നുള്ളത്. അതേസമയം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പോലീസ് നടത്തിയ നീക്കവും ഈ ആക്രമികൾ തടഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. നിരന്തരം ഈ മേഖലയിൽ സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉടലെടുക്കാറുണ്ട്. അതേസമയം കൃത്യമായ സംയമനം പാലിച്ച ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നതിനാൽ തന്നെയാണ് സംഘർഷ
സാധ്യതകൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നത്. ഇന്നലെ വൈകുന്നേരവും വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത വിശ്വാസികൾ അവർ സംയമനം പാലിക്കുകയായിരുന്നു. അതേസമയം തന്നെ വളരെ പ്രകോപനപരമായ രീതിയിലായിരുന്നു ഇന്നലെ മുദ്രാവാക്യവും മറ്റും വിളിച്ചുകൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ടായിരുന്നു ഇത്തരം കല്ലേറുണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നിരന്തരം ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകൾ സൃഷ്ടിക്കാറുണ്ടെന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ചില നിരോധിത ഇസ്ലാമിക സംഘടനകളുടെ പോലും പ്രവർത്തനം ഈ മേഖലയിൽ വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും അത്തരം സംഘടനകളെയും മറ്റും കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നത്. രോഹിണി. ശരി. ബീഹാറിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. മുസാഫൂർ ജില്ലയിലെ മീനാപൂരിലാണ് സംഭവം. മഹാവീരി പതാക ഘോഷയാത്രയ്ക്ക് നേരെയായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഈ ആക്രമണം ഉണ്ടായത്. കല്ലെറിയുകയായിരുന്നു ഘോഷയാത്രയ്ക്ക് നേരെ. കല്ലേറിൽ പോലീസ് ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും നിരവധി ഭക്തർക്കും പരിക്കേറ്റു. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ മാത്യു കുഴൽനാടൻ MLA ED ഉടൻ ചോദ്യം ചെയ്യും. ഭൂമി ഇടപാടുകളുടെ രേഖകളും ഹാജരാക്കണം. ചോദ്യാവലി തയ്യാറാക്കിയുള്ള വിശദമായ ചോദ്യം ചെയ്യലിനാണ് ED തയ്യാറെടുക്കുന്നത്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണോ ED? എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ? അതോടൊപ്പം ഏതൊക്കെ രേഖകൾ ഹാജരാക്കേണ്ടി വരും മാത്യു കുഴൽനാടൻ MLA? രോഹിണി, മാത്യു കുഴൽനാടൻ MLA വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക്, കാരണം നേരത്തെ വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവിടെ 50 സെന്റ് ഭൂമി, സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചത് എന്ന് വിജിലൻസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും ഉടൻ തന്നെ സമൻസ് നൽകി വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജിലൻസിന്റെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന മറ്റു പ്രതികളിൽ പല ആളുകളെയും, ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് 16-ാം പ്രതി ആയിട്ടുള്ള, നേരത്തെ വിജിലൻസ് കേസിൽ 16-ാം പ്രതി ആയിട്ടുള്ള അതേ പ്രതിപട്ടികയിൽ തന്നെയാണ് EDയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക്, മാത്യു കുഴൽനാടൻ MLA വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട്, കാരണം പ്രധാനമായും മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് താൻ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമി ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല, ആ ഭൂമി വാങ്ങിയത് ന്യായമായ രീതിയിൽ തന്നെയാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ്. എന്നാൽ മുമ്പ് ഭൂമി കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും കയ്യേറ്റ ഭൂമിയാണ് താൻ വാങ്ങുന്നത് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മാത്യു കുഴൽനാടൻ ആ ഭൂമി വാങ്ങിയത് എന്ന കാര്യമാണ് വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടായത്. പ്രാഥമികമായി പരിശോധന നടത്തിയ EDയും അത്തരം കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് പ്രധാനമായും ഭൂമിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പോക്കുവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എല്ലാം തന്നെ ഒരു ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ എന്ന നടപടിയിലേക്ക് കടക്കുന്നത്. മാത്രമല്ല ചില രേഖകൾ കൂടി കൊണ്ടുവരേണ്ടി വരും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് ലഭിക്കുന്ന ദിവസം എന്ന് തന്നെയാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഭൂമിയുടെ രജിസ്ട്രേഷൻ, ഈ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന്റെ മുഴുവൻ ഭൂമിയുടെയും രജിസ്ട്രേഷൻ രേഖകൾ ഹാജരാക്കണമെന്നാണ് ED ആവശ്യപ്പെടുക. അത്തരം രേഖകൾ ചോദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പോക്കുവരവ് നടത്തിയതിന്റെയും മുന്നാധാരങ്ങളുടെയും എല്ലാം തന്നെ രേഖകൾ ഈ രജിസ്ട്രേഷൻ സമയത്ത് അത്തരം കാര്യങ്ങൾ മുൻ പകർപ്പുകൾ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നാധാരത്തിന്റെ പകർപ്പുകൾ അടക്കം പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൃത്യമായി തന്നെ വലിയ ഒരു ഇടപാടുകൾ, അനധികൃത ഇടപാടുകൾ ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു അന്വേഷണം എന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. കാരണം ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, സാധാരണ നിലയിൽ അനധികൃതമായി സമ്പാദിച്ച ഭൂമി, ആ ഭൂമിയിലൂടെ സ്വത്ത് സമ്പാദനവും പണ സമാഹരണവും നടത്തുമ്പോൾ അതിനെ കള്ളപ്പണ ഇടപാട് എന്ന രീതിയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർവചിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അനധികൃതമായി ഭൂമി കയ്യേറിയിട്ടുണ്ട് എങ്കിൽ, സർക്കാർ ഭൂമി കയ്യേറിയ ആ ഭൂമിയിലാണ് റിസോർട്ട് നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കൂടുതൽ ശക്തമായ നടപടികൾ നേരിടേണ്ടി വരും മാത്യു കുഴൽനാടന്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ വരുന്ന സമൻസ് നൽകി ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമായും ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക, നടപടികൾ മുന്നോട്ട് പോവുക. മറ്റു ചില ഉദ്യോഗസ്ഥരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുണ്ട്. കാരണം 21 പേരാണ് വിജിലൻസിന്റെ കേസിലാകെ പ്രതികളായിട്ടുള്ളത്. ഈ 21 ആളുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും EDയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട
കള്ളപ്പണ ഇടപാടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയടക്കം നിരവധി പരാതികൾ ഇഡിക്ക് മുന്നിൽ പല ഘട്ടങ്ങളിലായി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളിലെല്ലാം തന്നെ പ്രാഥമികമായ അന്വേഷണം ഇഡി പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ചിലതിൽ മറ്റ് അന്വേഷണ ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് ഇഡിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള അന്വേഷണത്തിൽ ഒരു തടസ്സമായി നിൽക്കുന്നത്. കാരണം പോലീസോ വിജിലൻസോ ക്രൈംബ്രാഞ്ചോ അടക്കമുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷണത്തെയും എഫ്ഐആറിനെയും അടിസ്ഥാനമാക്കി മാത്രമാണ്, അങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇഡിക്ക് ECIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നതുകൊണ്ട് തന്നെ പല കേസുകളിലും അത്തരത്തിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ പലപ്പോഴും ചില കേസുകളിൽ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നു. ചിലതിൽ കൃത്യമായ ക്വിക്ക് വെരിഫിക്കേഷൻ പോലും പൂർത്തിയാകുന്നില്ല. പുനർജനി കേസ് പോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ ആരോപണം അടക്കമുള്ള അത്തരം കേസുകളിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുകയോ ക്വിക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയോ വിജിലൻസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന കേസുകളിലടക്കം അന്വേഷണം നടത്താൻ ഇഡി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് മാത്യു കുഴൽനാടൻ MLA കൂടി ചോദ്യം ചെയ്തുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ശരി, ജിജേഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഏത് നിമിഷവും നിലം പൊത്താറായ അവസ്ഥയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ആധുനിക രീതിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കോഴിക്കോട് വെള്ളയിൽ ബസ് സ്റ്റോപ്പാണ് തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ളത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു ഷീറ്റ് ദ്രവിച്ച അവസ്ഥയിൽ നിലം പൊത്തിയതും വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതുമൊക്കെ. ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് എത്തുന്നത് ഇതുപോലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്തായാലും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണോ? തീർച്ചയായും രോഹിണി, കഴിഞ്ഞ ദിവസമാണ് മീൻചന്ത കോളേജിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത്തരത്തിൽ തകർന്നു വീഴാനായ ഒരവസ്ഥയിലെത്തിയത്. നമ്മൾ കണ്ടതാണ്, അതിലൊരു വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എനിക്ക് പിന്നിലുള്ള ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം വലിയ ശോചനീയ അവസ്ഥയിലാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഉപയോഗശൂന്യമാണ് എന്നത് തന്നെയാണ് അധികൃതരുടെ വാദം എന്ന് പറയുന്നത്. പക്ഷേ ആധുനിക രീതിയിൽ ലക്ഷങ്ങൾ മുതൽ മുടക്കി നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പാണിത്. ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഈ തൂണുകളൊക്കെ തന്നെയും നിലംപൊത്താറായ ഒരു അവസ്ഥയിലാണുള്ളത്. ഇതിന് തൊട്ടു മുന്നിൽ ഒരു സ്കൂളുണ്ട്. മാത്രമല്ല നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബീച്ച് റോഡ് പരിസരമാണ്. നിരവധി ആളുകൾ, അതായത് പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഇവിടെ എത്തിയ ആളുകൾ ഇവിടെ വിശ്രമിക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമായിരിക്കും ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനെയും മറ്റ് അധികൃതരെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്, അതായത് ഇതിനു മുന്നിൽ ലോറികൾ പാർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ നിർത്താറില്ല. ആരും ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊരു ന്യായീകരണമാണ് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോഴും, അതായത് നിരവധി ആളുകൾ, കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്താണ് ഇത്തരത്തിലൊരു ബസ് സ്റ്റോപ്പ് നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള അപകടമാണ്. അതായത് ഇത്തരത്തിൽ നിരവധി, അതായത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അതൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാതെ അവയൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇതിവിടെ ഉള്ളത്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഒക്കെ തന്നെയും കഴിഞ്ഞടുത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു അപകട ഭീഷണിയിൽ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇതിലെ കാൽനട യാത്രക്കാരും അതോടൊപ്പം തന്നെ ലോറി പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഇത് ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഉടനടി ഇതിന് നടപടി ഉണ്ടാവണമെന്നൊരു ആവശ്യം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ആധുനിക സംവിധാനങ്ങളോട് കൂടി നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥയാണ് രോഹിണി ഇത്. ദിസ്ന, ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ലേ? എന്തായാലും ഇതിനൊരു തുടർ നവീകരണം ഉടൻ തന്നെ അത്യാവശ്യമല്ലേ? തീർച്ചയായും രോഹിണി, നിരവധി തവണ ഇവിടുത്തെ ആളുകൾ, അതായത് കാൽനട യാത്രക്കാരാവട്ടെ, എല്ലാവരും ഇതിനെ സംബന്ധിച്ച് കോർപ്പറേഷനും അധികാരികൾക്കും മുന്നിലൊക്കെ തന്നെയും പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായ ഒരു ബസ് സ്റ്റോപ്പാണ്, അതുകൊണ്ട് തന്നെ അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണെങ്കിൽ കൂടി ഇതിലൂടെ കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നു, പുറം ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ വരുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാം. ഇതിന്റെ തൂണുകളൊക്കെ തന്നെയും ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. കുറച്ചപ്പുറം കയറുകൾ കെട്ടി അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇത് നിലംപൊത്തുകയാണെങ്കിൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും പോവുക എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. രോഹിണി,
ശരി ദിസ്ന, കോഴിക്കോടാണ് ഈ സംഭവം. അതായത് ഏത് നിമിഷവും നിലം പൊത്താറായ അവസ്ഥയിലുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആധുനിക രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. പക്ഷേ ഇതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നാണ് ദിസ്ന സുരേഷ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ എങ്കിൽ ഈഴവ മാട്രിമോണിൽ സെർച്ച് ചെയ്യൂ. ഈഴവ മാട്രിമോണി ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. ഡൗൺലോഡ് ഈഴവ മാട്രിമോണി ആപ്പ്. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior for the warriors of life. ഉടയ്ക്കണ്ട, ചിരകണ്ട, പിഴിയണ്ട. തേങ്ങാപ്പാൽ is now easy. Tasty Nibbles coconut milk powder and coconut milk. Order now. പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് ശേഷം ബീഹാറിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സെപ്റ്റംബർ 1 വരെ വോട്ടർ പട്ടിക സംബന്ധിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറിന് പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിനും പരാതികൾ നൽകാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് പ്രകാരം മുൻപ് രജിസ്റ്റർ ചെയ്ത 7.89 കോടി വോട്ടർമാരിൽ 7.24 കോടി പേർ തങ്ങളുടെ വിവരങ്ങൾ പുതുക്കി നൽകി. മരണപ്പെട്ട 22 ലക്ഷം പേരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. 7 ലക്ഷം പേരുകളിൽ ഇരട്ടിപ്പ് കണ്ടെത്തി. കൂടാതെ 35 ലക്ഷം വോട്ടർമാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയിട്ടുമുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. നന്ദൻ, പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് ശേഷം ബീഹാറിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. എന്തായാലും ഇതിൽ പരാതിയുള്ളവർക്ക് ഓഫീസറെ, അധികൃതരെ സമീപിക്കാം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു കൃത്യമായ ഒരു അഴിച്ചുപണി തന്നെയല്ലേ ഇതിന്മേൽ നടന്നിരിക്കുന്നത്? രോഹിണി, ബംഗ്ലാദേശിൽ നിന്നും അതേപോലെ തന്നെ മ്യാൻമാറിൽ നിന്നും ഒപ്പം തന്നെ നേപ്പാളിൽ നിന്നും അടക്കം ബീഹാറിലേക്ക് വലിയ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു കോൺഗ്രസും അതേപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ സഖ്യവും മറ്റും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതാണ്ട് 65 ലക്ഷത്തോളം ആൾക്കാർ അനധികൃത വോട്ടർമാരാണ് എന്നുള്ളതാണ് ഈ തീവ്ര പരിഷ്കരണത്തിലൂടെ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമായിട്ടുള്ളത്. മരണപ്പെട്ടവർ തന്നെ ഏതാണ്ട് 22 ലക്ഷം പേർ ഈ നേരത്തെ മുൻപുണ്ടായിരുന്ന പട്ടികയിലുണ്ടായിരുന്നു. മാത്രമല്ല മൊത്തം ബീഹാറിലെ വോട്ടർമാർ എന്ന് പറയുന്നത് 7.89 കോടി ജനങ്ങളാണ്. ഇതിൽ 7.24 കോടി ജനങ്ങൾ ഇതിനോടകം തന്നെ ഈ പുതിയ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പുതിയ ഫോം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഏതാണ്ട് 35 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നത്. അങ്ങനെ ഇരു സംസ്ഥാനങ്ങളിലും അവർക്ക് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത്. അങ്ങനെ 65 ലക്ഷത്തിലധികം വോട്ടുകളാണ് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സുതാര്യമായ നടപടി വേണം, കൂട്ടത്തോടെ ഒഴിവാക്കരുത്, അല്ലെങ്കിൽ കൂട്ടത്തോടെ പേരുകൾ ഒഴിവാക്കരുത് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നൽകിയിരുന്ന നിർദ്ദേശം. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ ഈ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് 1 മാസത്തിനകം തന്നെ അത് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറെ അറിയിക്കുവാനുള്ള സാഹചര്യമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട കരടിൻ്റെ കോപ്പി നൽകുന്നുണ്ട്. മാത്രമല്ല വ്യക്തികൾക്കും ഇത് കൃത്യമായി തങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അടുത്ത 1 മാസത്തിനകം തന്നെ 38 ജില്ലകളിലും പ്രത്യേക തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുണ്ട്, അവർക്ക് പരാതി നൽകാം. ഒപ്പം തന്നെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രത്യേകമായി ഇലക്ഷൻ ഓഫീസർമാരുണ്ട്, അവർക്കും പരാതി നൽകുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ബീഹാറിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇന്നും ഈ 0 ഓവറിൽ ഇതുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ഈ വിഷയം, ബീഹാറിലെ വോട്ടർ
വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഇത് ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം നിരന്തരം സഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്ന ഈ കരട് വോട്ടർ പട്ടികയിൽ അതിൽ എത്ര പേർ ആക്ഷേപം ഉന്നയിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല വളപ്പിലെ AKG സെന്റർ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയിലെന്ന വിവരാവകാശ രേഖയുടെ പശ്ചാത്തലത്തിൽ നടപടിയുമായി ഗവർണർ. കേരള സർവകലാശാല VCയോട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിശദീകരണം തേടി. അനധികൃത ഭൂമി തിരികെ സർവകലാശാല ഏറ്റെടുക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനത്തിന്മേലാണ് നടപടി. എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി പറയൂ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ AKG സെന്റർ, അതായത് തിരുവനന്തപുരത്തുള്ള CPMന്റെ സംസ്ഥാന പാർട്ടി ഓഫീസായിട്ടുള്ള പഴയ AKG സെന്റർ, ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രം, ഈ കേന്ദ്രത്തിന് നൽകിയ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഒപ്പം തന്നെ ഭൂമി കയ്യേറിയാണ് ആ കെട്ടിടം നിർമ്മിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയത് ഗവർണർക്ക്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇപ്പോൾ VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിനോട്, കേരള സർവകലാശാല VC വിശദീകരണം തേടിയിട്ടുണ്ട്. VC നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് എങ്കിൽ 15 സെന്റ് ഭൂമിയാണ് പഠന ഗവേഷണ കേന്ദ്രത്തിനായി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സർവകലാശാലയുടെ 55 സെന്റ് ഭൂമി കൈവശമുണ്ടെന്നും സർവേ വകുപ്പിന്റെയും ഒപ്പം തന്നെ വഞ്ചിയൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അതായത് നൽകിയതിനേക്കാൾ കൂടുതൽ ഭൂമി കയ്യേറിക്കൊണ്ട് അവിടെ കേന്ദ്രം പണിയുന്നതോടൊപ്പം തന്നെ പഠന ഗവേഷണ കേന്ദ്രം എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് അത് പാർട്ടിയുടെ സംസ്ഥാന ഓഫീസായി പ്രവർത്തിച്ചു. അത് അനധികൃതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പരാതികൾ ഇക്കാര്യത്തിൽ ഉയരുന്നത്. അതിൽ പ്രധാനമായും AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് 1977 ഓഗസ്റ്റ് 20-ന് AKG സെന്ററിന് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള ഫയൽ നടപടികൾ പൂർത്തിയാകുന്നത്. പിന്നീട് ഈ ഫയൽ സെക്രട്ടേറിയറ്റിന്റെ റവന്യൂ വകുപ്പിൽ നിന്ന് കാണാതാവുകയായിരുന്നു. ഈ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിച്ചപ്പോഴും ഈ ഒരു ഫയൽ മാത്രം കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ആർക്കൈവ് ഡയറക്ടർ അടക്കമുള്ളവർക്ക് 77-ലെ മുഴുവൻ ഫയലുകളും നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും പരാതികളും ഉയർന്നപ്പോൾ. പക്ഷേ ഈ ഒരു ഫയൽ മാത്രം, ഈ ഭൂമി കൈമാറ്റം ചെയ്ത ഫയൽ മാത്രം കണ്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ചൂണ്ടിക്കാട്ടേണ്ടത് ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത് ഈ ഫയൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഇടത് ഭരണകൂടമാണ്. സ്വാഭാവികമായും അവിടെ നിന്നും രേഖകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണമായി ഘട്ടത്തിൽ ഉയരുന്നത്. ഈ വിവരാവകാശ രേഖയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകാൻ പോകുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്ന് വിശദീകരണം തേടൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമിയായതിനാൽ തണ്ടപ്പേരടക്കം പിടിക്കാത്തതുകൊണ്ട് ഭൂമി ഇപ്പോഴും പൂർണ്ണമായും സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയായി തന്നെ വഞ്ചിയൂർ വില്ലേജ് ഓഫീസിലുണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത്. അത് കാരണം വസ്തുക്കരം സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നുമില്ല. അതേസമയം തന്നെ 10.5 ലക്ഷം രൂപ തിരുവനന്തപുരം കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം ഇവർ നൽകുകയാണ്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും കെട്ടിട നികുതി സ്വീകരിച്ചതും സെന്റിന് TC നമ്പർ അനുവദിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. രണ്ടാമത് ഒരു AKG സെന്റർ കൂടി നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആദ്യമുണ്ടായിരുന്ന AKG സെന്റർ പൂർണ്ണമായും പഠന ഗവേഷണ കേന്ദ്രമാക്കുകയും അവിടെ മറ്റ് നടപടികളൊക്കെയാണ് പാർട്ടി നടത്തുന്നത്. ഈ കെട്ടിടമാണിപ്പോൾ അനധികൃതമാണ് എന്നും ഭൂമി കയ്യേറിയാണ് എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. എന്തായാലും പാർട്ടി ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇതിൽ ഇനിയിപ്പോൾ ഗവർണർ സ്വീകരിക്കുന്ന നടപടികളാകും നിർണായകം എന്നുള്ളതാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ആ ഭൂമി തിരികെ പിടിക്കാൻ കേരള സർവകലാശാല തന്നെ തിരികെ പിടിക്കണമെന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കമുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് പൂർണ്ണമായും സർവകലാശാല ഏറ്റെടുക്കണം, ഒപ്പം തന്നെ അതിനുശേഷം അത് സർവകലാശാലയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും റിപ്പോർട്ട് ഉടൻ തന്നെ VC നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവർണറുടെ നിർണായകമായ നടപടി AKG സെന്റർ വിഷയത്തിൽ ഉണ്ടാകാൻ പോവുക. രോഹിണി. ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുന്നവരാണ് ഇന്ന് ഏറെയും. എന്നാൽ എറണാകുളത്തെ ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മരം മുറിക്കേണ്ടി വന്നപ്പോൾ മുറിച്ചു മാറ്റാതെ ആ മരം മാറ്റി നട്ട് സംരക്ഷിക്കാനായിരുന്നു കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ തീരുമാനം. അങ്ങനെ 10 വർഷം പഴക്കമുള്ള ടെർമിനാലിയ വൃക്ഷം ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ മുറ്റത്ത് ഇപ്പോഴും തലയുയർത്തി നിൽപ്പുണ്ട്.
വർഷം മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങി കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി നട്ടു വളർത്തിയതാണ് അപൂർവമായി കണ്ടുവരുന്ന മഡഗാസ്കർ ആൽമണ്ട് ഇനത്തിൽപ്പെട്ട ടെർമിനാലിയ. തൈ വളർന്ന് മരമായി മാറിയപ്പോഴാണ് ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മരം വെട്ടിമാറ്റേണ്ട സാഹചര്യം വന്നത്. എന്നാൽ ടെർമിനാലിയ വൃക്ഷത്തെ കൈവിട്ട് കളയാൻ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി തയ്യാറായില്ല. അങ്ങനെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ മറ്റൊരിടത്ത് JCB ഉപയോഗിച്ച് വലിയ കുഴി സജ്ജമാക്കി. മരത്തിന്റെ വേരുകൾ പോകാതെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് പുതിയ കുഴിയിൽ നട്ടു. ഇതെനിക്ക് തോന്നുന്നു 6 മാസമായി ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് മാറ്റാനായിട്ട്. അപ്പോൾ ആദ്യമേ കുഴിച്ച് വേരൊക്കെ തെളിയിച്ച് അത് കെട്ടിവെച്ച് വേര് വളർത്തിയെടുത്ത് അതൊക്കെ ഭൂമിയായിട്ട് വെടിയിച്ച് അങ്ങനെ അതൊരു നീണ്ട പ്രോസസ്സാണ്. അത് ഒറ്റയടിക്ക് പറഞ്ഞാൽ തീരില്ല. പക്ഷെ ഇത് മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒത്തിരി മരങ്ങളുണ്ട്. വേരുകൾക്കൊന്നും കേടുപാടുകൾ വരാതെ മാസങ്ങളെടുത്താണ് ടെർമിനാലിയ വൃക്ഷം മാറ്റിനട്ടത്. മാറ്റിനട്ട വേറെയും മരങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു 2 മാസത്തോളം പ്രയത്നമാണ്. ഒരു ദിവസം അങ്ങനെ കട്ട് ചെയ്യുന്നില്ല. പാർട്ടായിട്ട് വേരുകൾ ഓരോന്ന് കട്ട് ചെയ്ത് കുറച്ച് ദിവസം അത് പിന്നെ അത് വരുന്നുണ്ടോ നോക്കി അങ്ങനെ പല ദിവസങ്ങളായിട്ടാണ്. ഒരു ദിവസം മുഴുവൻ പണിയുന്ന അങ്ങനെയല്ല. അത് അതിൻ്റെ ഗാർഡൻ്റെ നമ്മളെ കുട്ടികളുണ്ട്, അവർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ദിവസം മാസം 2 മാസമൊക്കെ എടുത്ത് കാണും ഇത് ഷിഫ്റ്റ് ചെയ്ത്. വേനൽക്കാലേ തുടങ്ങിയതാണ്, മഴ പെയ്തപ്പോഴാണ് ഇത് മാറ്റിയത്. വികസനം നമുക്കല്ലേ എന്നും അതിന് വൃക്ഷങ്ങളെ എന്തിനാണ് വേദനിപ്പിക്കുന്നതെന്നും കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി ചോദിക്കുന്നു. ജനം, കൊച്ചി. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.